ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്. നവകേരളത്തിലേക്കുള്ള കുതിപ്പിൽ പിണറായി സർക്കാർ 9 വർഷം പൂർത്തിയാക്കുമ്പോൾ പ്രകടന പത്രികയിലെ 900 വാഗ്ദാനങ്ങൾ അതുകൂടാതെയുള്ള 83 പദ്ധതികൾ നടപ്പാക്കിയെന്നാണ് പ്രോഗ്രസ് കാർഡ് പുറത്തിറക്കി ഇന്നലെ മുഖ്യമന്ത്രി പറഞ്ഞത്. വികസന നേട്ടത്തിൽ ആദ്യം വിള്ളൽ വീണും ഇടിഞ്ഞും കിടക്കുന്ന ദേശീയപാതയുമുണ്ട്. ഹൈവേ വീഴുന്നതുപോലെ പക്ഷേ സർക്കാരിന്റെ വ്യാജ അവകാശവാദങ്ങൾ നിലം പൊത്തിയെന്നാണ് പ്രതിപക്ഷം പറയുന്നത്. പുകഴ്ത്തൽ റിപ്പോർട്ടെങ്കിലും എന്തൊക്കെ ചെയ്തില്ല എന്നതിന്റെ യാഥാർത്ഥ്യം പുറത്തു വന്നുവെന്നും പ്രതിപക്ഷ നേതാവ് പറയുന്നു. പ്രോഗ്രസ് കാർഡിലെ കണക്കുകളുടെ യാഥാർത്ഥ്യം എന്താണ്? പ്രതിപക്ഷ ആരോപണങ്ങൾക്ക് രേഖകളിലൂടെ സർക്കാരിന് മറുപടിയുണ്ടോ? നിലം പൊത്തിയ വാദങ്ങളോ എന്നതാണ് ചോദ്യം. ചർച്ചയിൽ CPM പ്രതിനിധി ഡോക്ടർ VPP മുസ്തഫ, മുസ്ലിം ലീഗ് പ്രതിനിധി PK നവാസ്, BJP പ്രതിനിധി ഷാജി രാഘവൻ, രാഷ്ട്രീയ നിരീക്ഷകൻ നിസാം സെയ്ദ് എന്നിവരാണ്. അല്ലെങ്കിൽ കോൺഗ്രസ് സഹയാത്രികൻ എന്നുകൂടി ഞാൻ നിസാം സെയ്ദിനെ ഈ ഘട്ടത്തിൽ പറയുകയാണ്. ഞാൻ ആദ്യം CPM പ്രതിനിധിയിലേക്കാണ്. ശ്രീ VPP മുസ്തഫ, ഈ പ്രോഗ്രസ് കാർഡിൽ പറയുന്ന പല കണക്കുകളും പെരുപ്പിച്ചതും രേഖകളുടെ അടിസ്ഥാനത്തിലല്ലാത്തതുമായ കാര്യങ്ങളാണ് എന്നുള്ളതാണ് പ്രധാനമായും പറയുന്ന ഒരു ആരോപണം. പല കണക്കുകളും വികസനവുമായി ബന്ധപ്പെട്ടും നേട്ടങ്ങളുമായി ബന്ധപ്പെട്ടും പല കണക്കുകളും മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ആ കണക്കുകളുടെ ആധികാരികത ചോദ്യം ചെയ്യുമ്പോൾ നിങ്ങൾക്കത് രേഖകൾ സഹിതം തെളിയിക്കാനാകുമോ? പ്രോഗ്രസ് കാർഡ് തന്നെ ഒരു രേഖയാണല്ലോ. ആ രേഖയിലാണല്ലോ ഈ കാര്യങ്ങളെല്ലാം വ്യക്തമാക്കുന്നത്. അങ്ങനെ വ്യക്തമാക്കുന്നത് ആർക്കും എവിടെയും ലഭ്യമാകുന്ന കണക്കുകളുടെ അടിസ്ഥാനത്തിലാണ്. നമ്മുടെ നാടെന്ന് പറയുന്നത് വിവരാവകാശ നിയമം കൂടിയുള്ള നാടാണല്ലോ. അതുകൊണ്ട് പ്രോഗ്രസ് കാർഡ് പോലെ ഏറ്റവും സുപ്രധാനമായിട്ടുള്ള ജനങ്ങളിലേക്ക് എത്തുന്ന ഒരു രേഖയിൽ ഏതെങ്കിലും വ്യാജ കണക്കുകൾ വെച്ചാൽ നാളെ വിവരാവകാശ പ്രകാരം അതിൻ്റെ കണക്കുകൾ എടുക്കാവുന്നതേ ഉള്ളൂ, അങ്ങനെ വ്യാജ കണക്കാണെങ്കിൽ. അപ്പം നമ്മുടെ മുന്നിലുള്ള യഥാർത്ഥ പ്രശ്നം എന്താ? ആരോപണങ്ങളല്ലാതെ ഇന്നേ വരെ ഈ 9 വർഷമായിട്ട് ഏതെങ്കിലും ആരോപണം വസ്തുതാപരമായി തെളിയിക്കാൻ പ്രതിപക്ഷത്തിന് കഴിഞ്ഞിട്ടുണ്ടോ? അതാണ് യഥാർത്ഥത്തിൽ ചോദിക്കേണ്ടത്. ഇന്നേ വരെ ഉന്നയിച്ച ഏതെങ്കിലും ആരോപണം, അത് രാഷ്ട്രീയമായിട്ട് മാത്രമല്ല, ഇന്നത്തെ പ്രതിപക്ഷ നേതാവും മുൻ പ്രതിപക്ഷ നേതാവും ഈ 9 വർഷത്തിനിടയിൽ നിരവധി തവണ കോടതികളെ ഉൾപ്പെടെ സമീപിച്ചിട്ടുണ്ട്. ഏതെങ്കിലും ഒരു കേസിൽ അങ്ങനെ രേഖകൾ കൊണ്ടുപോയി കോടതിയിൽ ഉൾപ്പെടെ സമർപ്പിച്ചിട്ട് ഇതാ ഞങ്ങൾ പറഞ്ഞ ആരോപണം തെളിയിച്ചിരിക്കുന്നു എന്ന് കാണിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഇനി അതല്ല, കേന്ദ്ര സർക്കാർ വന്നു അവരുടെ ധാരാളം അന്വേഷണ ഏജൻസികളുമായിട്ട് ഏതെല്ലാം തരത്തിലുള്ള പുകിലുകൾ ഉണ്ടാക്കി, വാർത്തകൾ ഉണ്ടാക്കി, വിവാദങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിച്ചു. ഏതെങ്കിലും ഒന്നിൽ അന്വേഷണം നടത്തി തെളിവുകൾ കണ്ടെത്തി ഈ സർക്കാരിനെയോ ഇതുമായി ബന്ധപ്പെട്ട ആളുകളെയോ ഒരു ദിവസം പൂട്ടിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? മന്ത്രിമാരെ ഉൾപ്പെടെ ബന്ധപ്പെട്ട കേന്ദ്ര അന്വേഷണ ഏജൻസികൾ ചോദിച്ചതല്ലേ. അപ്പൊ നമ്മുടെ മുന്നിലുള്ള യാഥാർത്ഥ്യം പ്രോഗ്രസ് റിപ്പോർട്ടും അതിലെ കണക്കുകളും ആധികാരികമാണ്. അതിനെതിരായിട്ട് ഉയർത്തിയ ആരോപണങ്ങൾ ഒന്നുപോലും കേരളത്തിലെ UDF പ്രതിപക്ഷത്തിനോ കേന്ദ്രം ഭരിക്കുന്ന BJP പ്രതിപക്ഷത്തിനോ രാഷ്ട്രീയമായിട്ടോ നിയമവഴിയിലോ അധികാരത്തിന്റെ വഴികളിലോ ഒന്നും ഇന്ന് വരെ തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ പ്രതിപക്ഷത്തിന്റെ ആരോപണങ്ങൾ അത് അവർക്ക് തെളിയിക്കാൻ പറ്റുമോ എന്ന് അല്ല, പ്രതിപക്ഷത്തെ പ്രതിനിധികൾ തന്നെ പറയട്ടെ. എൻ്റെ ചില സംശയങ്ങൾ ഞാൻ അങ്ങയോട് ചോദിക്കുകയാണ്. ഈ പ്രോഗ്രസ് റിപ്പോർട്ടിൽ പറയുന്ന ഒരു കാര്യം സ്റ്റാർട്ടപ്പുകളുമായി ബന്ധപ്പെട്ടാണ്. സ്റ്റാർട്ടപ്പുകളുടെ പ്രോത്സാഹനത്തിനായി പ്രത്യേക മിഷൻ നിലവിലുണ്ട്. സ്റ്റാർട്ടപ്പ് മിഷൻ 10 മടങ്ങ് ശക്തിപ്പെടുത്തുമെന്ന് പറയുന്ന 25ാമത്തെ പോയിന്റ് അത് വിശദീകരിക്കുമ്പോൾ പറയുന്നു, സ്റ്റാർട്ടപ്പ് മിഷൻ പ്രവർത്തനം ശക്തിപ്പെടുത്തിയാണ് സർക്കാർ മുന്നോട്ട് പോകുന്നത്. 2019-2021 കാലയളവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ 2021-23 കാലയളവിൽ സംസ്ഥാനം സ്റ്റാർട്ടപ്പ് ആവാസ വ്യവസ്ഥാ മൂല്യത്തിൽ 254% വർധന കൈവരിച്ചു എന്നാണ് സ്റ്റാർട്ടപ്പ് ജീനോം റിപ്പോർട്ടിൽ പറയുന്നത്. എന്താണ് ഈ സ്റ്റാർട്ടപ്പ് ജീനോം? ആരാണ് ഈ സ്റ്റാർട്ടപ്പ് ജീനോം? അതൊരു ഏജൻസിയാണ്, നിങ്ങൾ പണം കൊടുത്ത് പറയിപ്പിക്കുന്ന ഏജൻസി. ഇനി താങ്കൾ പറഞ്ഞതുപോലെ വിവരാവകാശ രേഖകളുണ്ടല്ലോ, സഭാരേഖകളുണ്ട്. കാരണം ഈ ചോദ്യം ആരാണ് സ്റ്റാർട്ടപ്പ് ജീനോം എന്നുള്ള ചോദ്യം വന്നപ്പോൾ സ്റ്റാർട്ടപ്പ് ജീനോം എന്താണ് എന്നും സ്റ്റാർട്ടപ്പ് ജീനോമിന് എത്ര നിങ്ങൾ പൈസ കൊടുത്തു എന്നതിൻ്റെ കണക്കും നിങ്ങൾ സഭയിൽ പറഞ്ഞിട്ടുണ്ട് ശ്രീ VPP മുസ്തഫ.
അത് രാഹുൽ മാങ്കൂട്ടത്തിൽ ചോദിച്ച ചോദ്യമായിരുന്നു. അതിൽ കേരള സ്റ്റാർട്ടപ്പ് മിഷൻ 2020 മുതൽ സ്റ്റാർട്ടപ്പ് ജിനോമിൽ അംഗത്വം എടുത്തിട്ടുണ്ട്. 2021 മുതൽ കേരള സ്റ്റാർട്ടപ്പ് മിഷൻ സ്റ്റാർട്ടപ്പ് ജിനോമിന് അംഗത്വ ഫീസ് നൽകി വരുന്നു. ഈ ഇനത്തിൽ നൽകിയ തുക ഡോളർ കണക്കാണ് കേട്ടോ. 2021 $13,500, 2022 $4,500, 2023 $10,000, 2024 $10,000. അങ്ങനെ ഡോളറുകൾ കൊടുത്ത് ഈ പറയുന്ന 254% വർധന നിങ്ങൾ പറയുമ്പോൾ അതിൻ്റെ ആധികാരികത എന്താണ്? അതിൽ നിന്നും ജനം എന്താണ് മനസ്സിലാക്കേണ്ടത്? ശ്രീ VPP മുസ്തഫ. കേരളത്തിൽ സ്റ്റാർട്ടപ്പ് മേഖലയിൽ 2016 ഉണ്ടായിരുന്നത് 300 യൂണിറ്റുകൾ മാത്രമാണ്. ഇന്നത് 6000-ഓളമായിട്ട് എത്തി നിൽക്കുകയാണ്. ഏതാണ്ട് 1 ലക്ഷം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ വേണ്ടി കേരളത്തിലെ ഈ സ്റ്റാർട്ടപ്പുകളിലൂടെ സാധിച്ചിരിക്കുകയാണ്. 22,000-ഓളം കോടി രൂപയുടെ നിക്ഷേപം വന്നിരിക്കുകയാണ്. ഇത് ജിനോമിന്റെ കണക്കല്ല, ഇത് വസ്തുതയാണ്, ആധികാരികമാണ്. അതിന്റെ അടിസ്ഥാനത്തിലാണ് കേരളത്തിലെ സ്റ്റാർട്ടപ്പുകളുടെ വളർച്ചയെ സംബന്ധിച്ച് വ്യക്തമാക്കാൻ വേണ്ടി കഴിയുന്നത്. ജിനോമിന്റെ കണക്കുകൾ ആ പ്രോഗ്രസ് റിപ്പോർട്ടിലുണ്ട്. ജിനോമിന്റെ കണക്കുകൾ കിട്ടോ? നിങ്ങൾ പ്രോഗ്രസ് റിപ്പോർട്ടിൽ നിങ്ങൾ പണം കൊടുത്ത് പറയിപ്പിക്കുന്ന ഒരു ഏജൻസി പറയുന്ന കാര്യങ്ങൾ എങ്ങനെയാണ് നിങ്ങളുടെ പ്രോഗ്രസ് റിപ്പോർട്ടിൽ നിങ്ങൾ ചേർക്കുക? ജിനോം എന്ന് പറയുന്നത് വെറുതെ ഒരു ഏജൻസി അല്ലല്ലോ, അല്ല, ഒരു റെപ്യൂട്ടഡ് ഏജൻസി ആണല്ലോ. ആയിക്കോട്ടെ, നിങ്ങൾ പണം കൊടുത്ത് നിങ്ങൾ $US കൊടുത്ത് അത് പൈസ കണക്കിൽ വരുമ്പോൾ 50 ലക്ഷത്തോളം വരും. ഇപ്പോ തെരഞ്ഞെടുപ്പ് സമയങ്ങളിൽ റിപ്പോർട്ടർ ചാനൽ ഉൾപ്പെടെ മിക്കവാറും മാധ്യമങ്ങൾ അവരുടെ ഒപ്പീനിയൻ പോൾ, ആ സർവേ നടത്താൻ വേണ്ടിയിട്ട് ആരെയാണ് ഏൽപ്പിക്കാറുള്ളത്? ഇതുപോലെ ഏജൻസികളെയല്ലേ ഏൽപ്പിക്കുന്നത്. നിങ്ങൾ സ്റ്റാർട്ടപ്പുകൾ തുടങ്ങുന്നത് നിങ്ങൾ എന്തിനാണ് മറ്റുള്ളവരെ കൊണ്ട് ബോധ്യപ്പെടുത്തുന്നത്? ഡോക്ടർ VPP മുസ്തഫ, സാമാന്യ ബുദ്ധിക്ക് മനസ്സിലാകുന്ന രൂപത്തിലൊന്ന് അത് വിശദീകരിക്കാമോ? നിങ്ങൾ സ്റ്റാർട്ടപ്പുകൾ തുടങ്ങുന്നു എന്നുള്ളത് ജനങ്ങൾക്ക് നേട്ടമുണ്ടാകുന്ന ഒരു കാര്യമാണെങ്കിൽ അത് ബോധ്യപ്പെടുത്താൻ എന്തിനു പുറത്തുനിന്നൊരു ഏജൻസി, എന്തിനവർക്ക് പണം കൊടുക്കണം? ഒരു സാമാന്യ ബുദ്ധിക്ക് തോന്നുന്ന ഒരു സാധാരണ ചോദ്യമല്ലേ? സവിശേഷ ബുദ്ധി പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് അങ്ങനെ ഒരു സംശയം ഉന്നയിക്കേണ്ടി വരുന്നത്. കാരണം സാമാന്യ ബുദ്ധിക്ക് ബോധ്യമുള്ളൊരു കാര്യം ഈ റിപ്പോർട്ട് ആകെ വായിച്ചാൽ, അതിലെ ഈ ഭാഗങ്ങൾ ആകെ എടുത്ത് വായിച്ചാലും മനസ്സിലാകാവുന്ന ഒന്ന്. കാരണം ഇത് ഒരു പ്രത്യേക തുരുത്തു പോലെ ഇവിടെ താങ്കൾ ഉദ്ധരിച്ച ഒരു ഭാഗം നിൽക്കുകയല്ലോ. അതിന്റെ മുന്നിലും അതിന്റെ പിന്നിലുമെല്ലാം സ്റ്റാർട്ടപ്പുകളെ കുറിച്ചിട്ടുള്ള ധാരാളം കാര്യങ്ങൾ, IT വ്യവസായത്തെ കുറിച്ചുള്ള കാര്യങ്ങൾ, ഇലക്ട്രോണിക്സിനെ കുറിച്ചുള്ള കാര്യങ്ങൾ, ഇതെല്ലാം അതിന്റെ തൊട്ട് മുന്നിലുള്ള പേജുകളിലും തൊട്ട് പുറകിലുള്ള പേജുകളിലും കൃത്യമായിട്ട് വന്നിട്ടുണ്ട്. അതിൽ നിന്ന് ഒരു ഭാഗം എടുത്തിട്ട് അങ്ങനെ പറഞ്ഞു പോകല്ലേ ശ്രീ VPP മുസ്തഫ. ഞാൻ ഈ സഭാ രേഖകളിലെ കാര്യങ്ങളാണ് വായിക്കുന്നത്. അത് പ്രോഗ്രസ് റിപ്പോർട്ടിൽ പറഞ്ഞ കാര്യവും. എൽദോസ് കുന്നപ്പള്ളി സഭയിൽ ചോദിച്ച ചോദ്യം, സ്റ്റാർട്ടപ്പ് ജിനോം എന്ന അന്താരാഷ്ട്ര സ്ഥാപനം കേരള സ്റ്റാർട്ടപ്പ് മിഷനുമായി ചേർന്ന് പ്രവർത്തിക്കാൻ തീരുമാനിച്ചിട്ടുണ്ടോ? എങ്കിൽ എന്തൊക്കെ സേവനങ്ങളാണ് സ്റ്റാർട്ടപ്പ് ജിനോം കേരള സ്റ്റാർട്ടപ്പ് മിഷന് നൽകാമെന്ന് ഉറപ്പ് നൽകിയിട്ടുള്ളത്? വ്യക്തമാക്കാമോ? അപ്പോൾ അതിന് മറുപടി മുഖ്യമന്ത്രി നൽകുന്നു. കേരള സ്റ്റാർട്ടപ്പ് മിഷൻ 2020 മുതൽ സ്റ്റാർട്ടപ്പ് ജിനോം എന്ന സ്ഥാപനവുമായി സേവന കരാർ ഒപ്പുവെച്ചിട്ടുണ്ട്. ഇത് പ്രകാരം താഴെ പറയുന്ന സേവനങ്ങളാണ് ലഭിക്കുന്നത്. GSCR-ൽ, അതായത് ഗ്ലോബൽ സ്റ്റാർട്ടപ്പ് എക്കോസിസ്റ്റം റിപ്പോർട്ട്, നിശ്ചിത കാലയളവിലേക്കുള്ള അംഗത്വം, സ്റ്റാർട്ടപ്പ് എക്കോസിസ്റ്റത്തിന് ആഗോള മാധ്യമ ശ്രദ്ധ നേടിക്കൊടുക്കുക, അണ്ടർലൈൻ, സ്റ്റാർട്ടപ്പ് ജിനോം വെബ്സൈറ്റിൽ പരാമർശം, ആഗോള സ്റ്റാർട്ടപ്പ് എക്കോസിസ്റ്റം പങ്കാളികളുമായി ബന്ധം മെച്ചപ്പെടുത്താനുള്ള അവസരം, സർക്കാർ നയങ്ങളും ആവാസ വ്യവസ്ഥ മെച്ചപ്പെടുത്താനുള്ള പ്രവർത്തനവും അംഗങ്ങൾക്കും സ്റ്റാർട്ടപ്പ് എക്കോസിസ്റ്റം സ്റ്റേക്ക് ഹോൾഡേഴ്സിനും പരിചയപ്പെടുത്താനുള്ള അവസരം. ഇതാണ് അടുത്ത ചോദ്യം. പ്രസ്തുത അന്താരാഷ്ട്ര സ്ഥാപനവുമായി കേരള സ്റ്റാർട്ടപ്പ് മിഷൻ MOU ഒപ്പുവെച്ചിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ആയതിന്റെ പകർപ്പ് ലഭ്യമാക്കാമോ? ഉത്തരം ഇല്ല. സ്റ്റാർട്ടപ്പ് ജിനോം എന്ന അന്താരാഷ്ട്ര സ്ഥാപനവുമായി കേരള സ്റ്റാർട്ടപ്പ് മിഷൻ ഉണ്ടാക്കിയ എല്ലാ കരാറുകളുടെയും വ്യവസ്ഥകളുടെയും പകർപ്പ് ലഭ്യമാക്കാമോ? സ്റ്റാർട്ടപ്പ് ജിനോവുമായി ഒപ്പുവെച്ചിട്ടുള്ള സേവന കരാറിന്റെ പകർപ്പ് അനുബന്ധമായി ചേർത്തിരിക്കുന്നു. അപ്പോൾ ഇങ്ങനെ കരാർ ഒപ്പിട്ടിരിക്കുന്ന ഒരു സ്ഥാപനം, ആ സ്ഥാപനം 254% വളർച്ച എന്ന് പറയുന്നു. ആ വളർച്ച എന്ന് പറയുന്നത് പണം കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിലാണ്. അത് നിങ്ങൾ പ്രോഗ്രസ് റിപ്പോർട്ടിൽ പറയുന്നു. ഇങ്ങനെ ഓരോന്നോരോന്നായി ഉള്ളി തോല് പൊളിക്കുന്ന പോലെ പൊളിഞ്ഞു വന്നാലോ ശ്രീ VPP മുസ്തഫ? ജിനോം പറഞ്ഞ കണക്കല്ല 254% വളർച്ച എന്ന് മാത്രമുള്ളത്. ഈ പ്രോഗ്രസ് റിപ്പോർട്ടിന്റെ 16-ാം പേജ്
താങ്കൾ വായിച്ചതുപോലെ ഞാനും ഒന്ന് വായിക്കാൻ സമയം തരുമെന്ന് കരുതുന്നു. 16-ാം പേജിൽ 18, ക്രമ നമ്പർ 18, അതായത് ഞങ്ങളുടെ പ്രകടന പത്രികയിലെ LDF പ്രകടന പത്രികയിലെ 2021 18-ാമത്തെ വാഗ്ദാനം സ്റ്റാർട്ടപ്പ് പ്രോത്സാഹന നയം. അതിന്റെ ഭാഗമായിട്ട് ഈ കഴിഞ്ഞ 4 വർഷം കൊണ്ട് നടപ്പിലാക്കിയ കാര്യം പറയുന്നു. സർക്കാർ 2016 കേരളത്തിൽ 300 സ്റ്റാർട്ടപ്പുകളാണ് രജിസ്റ്റർ ചെയ്തിരുന്നത്. ഇപ്പോൾ അത് 6400 ഉയർന്നു. 300-ൽ നിന്ന് 6400-ലേക്കുള്ള വർധനവ് എത്ര ശതമാനമാണ്? അത് ജിനോം കണക്കൂട്ടിയിട്ട് പറയുന്നതാണോ? അതല്ല. ഇവിടെ ആർക്കെങ്കിലും കണക്കൂട്ടാൻ പറ്റുമെങ്കിൽ നിങ്ങൾ കട്ടിക്കോ. 300-ൽ നിന്ന് 6400-ലേക്കുള്ള വളർച്ച എത്ര ശതമാനമാകും? 64,000 തൊഴിലവസരങ്ങൾ ഇതുവഴി ലഭ്യമാക്കി. 5,983 കോടി രൂപയുടെ നിക്ഷേപമാണ് ഇതിലൂടെ ഉണ്ടായത്. 2026-ഓടെ ഈ 6000 എന്നുള്ളത് 15,000 സ്റ്റാർട്ടപ്പുകളും 1,00,000 തൊഴിലവസരങ്ങളും സൃഷ്ടിക്കാനാണ് ലക്ഷ്യമിടുന്നത്. നിങ്ങളുടെ അവകാശവാദങ്ങൾ പ്രോഗ്രസ് റിപ്പോർട്ടിൽ അവകാശവാദങ്ങൾ മാത്രമാണ്. മുസ്തഫ, ഇതിലൊക്കെ തന്നെയും ഈ രേഖകൾ, നിങ്ങൾ ഈ കണക്കുകൾ പറയുമ്പോൾ അതിന് ആനുപാതികമായി ഡേറ്റയുണ്ടോ എന്ന ചോദ്യമുണ്ടല്ലോ. ഇപ്പോൾ ഈ പറഞ്ഞ ഈ ജീനോമിന്റെ കാര്യം തന്നെ അത് ചോദിക്കുമ്പോഴാണല്ലോ അത് നിങ്ങൾക്കതിൽ മറുപടി എങ്ങനെയാണ് വരുന്നത്? അത് വിട്ടുകഴിഞ്ഞിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ കണക്കുകളിലേക്ക് താങ്കൾ പെട്ടെന്ന് കടന്നല്ലോ. ആ കണക്കുകൾ യാഥാർത്ഥ്യമാണോ എന്ന് ചോദിക്കുമ്പോൾ അതിന് രേഖ വേണം. നിങ്ങൾ എന്തെങ്കിലും ഒരു കണക്ക് പറഞ്ഞു പോയിട്ട് കാര്യമില്ല. പല കാര്യങ്ങളിലായി സംശയങ്ങളുണ്ട്. നമ്മൾ മാത്രമായുള്ള ചർച്ചയല്ലാത്തതുകൊണ്ട് അടുത്ത ഘട്ടത്തിലേക്ക് വരാം. ഇതിൽ താങ്കൾക്ക് വിശദീകരണം നൽകാമെങ്കിൽ താങ്കൾ ഇത് ശരിയാണെന്ന് കരുതുന്നുണ്ടോ? ഈ പറയുന്ന പോലെ ഒരു ഏജൻസിക്ക് പണം കൊടുക്കുന്നു, ആ ഏജൻസി ഇത്ര ശതമാനം വളർച്ച എന്ന് പുകഴ്ത്തി പറയുന്നു, ആ പുകഴ്ത്തിൽ ഇവിടെ ഈ പ്രോഗ്രസ് റിപ്പോർട്ടിൽ രേഖപ്പെടുത്തുന്നു. അത് ശരിയായ രീതിയാണോ? താങ്കൾ പറയുന്നത് ശരിയായ വസ്തുതയല്ല. ജിനോമിന്റെ റിപ്പോർട്ടിനെ അടിസ്ഥാനമാക്കി മാത്രമല്ല ഇത് പറയുന്നത്. ഇവിടെയുള്ള കണക്കുകളാണ് പറയുന്നത്. ഈ നാട്ടിൽ ആധികാരികമായിട്ടുള്ളത് ഇത് നിങ്ങൾ കാണേണ്ടത്. ഇതിപ്പോ ഈ പ്രോഗ്രസ് റിപ്പോർട്ടിൽ മാത്രമല്ല ഈ കണക്കുകൾ ഉള്ളത്. രേഖകൾ പരിശോധിക്കാൻ കഴിയുന്ന ഒരാളാണ് എന്നുള്ളത് കൊണ്ട് ഈ കഴിഞ്ഞ മാർച്ച് മാസം 1-ാം തീയതിയാണ് കേരള ഗവൺമെന്റിന്റെ ബജറ്റ് അവതരിപ്പിച്ചത്. ആ ബജറ്റിന്റെ രേഖകളിൽ അതിന്റെ ഭാഗമായിട്ട് നിയമസഭയിൽ കൊടുത്തിട്ടുള്ള എക്കണോമിക് റിവ്യൂ, ആ എക്കണോമിക് റിവ്യൂ റിപ്പോർട്ടിൽ സ്റ്റാർട്ടപ്പുകളെ കുറിച്ച് പറയുന്ന ഭാഗം, അവിടെയെല്ലാം ഈ കണക്കുകളുണ്ട്. ഇത് ആധികാരികമായ കണക്കായതുകൊണ്ടാണല്ലോ അതിൽ വന്നിട്ടുള്ളത്. താങ്കൾ ചോദിച്ചത് എവിടെ കണക്ക് എന്നാണ്, എവിടെ രേഖ എന്നാണ്. നിയമസഭയിൽ സർക്കാർ അവതരിപ്പിച്ച 2 രേഖകൾ, ഒന്ന് ബജറ്റ് രേഖ, ബജറ്റിന് മുമ്പായി അവതരിപ്പിക്കുന്ന നമ്മുടെ സ്റ്റേറ്റ് പ്ലാനിംഗ് ബോർഡ് തയ്യാറാക്കുന്ന കേരള എക്കണോമിക് റിവ്യൂ. ഇതിൽ 2ലും പറഞ്ഞ കണക്കുകൾ തന്നെയാണ് ഇപ്പോൾ 2 മാസം കഴിഞ്ഞപ്പോൾ പ്രോഗ്രസ് റിപ്പോർട്ടിലും വന്നിട്ടുള്ളത്. അങ്ങനെ ഈ 300 6400 എന്നുള്ളത് ജിനോമിന്റെ ഈ 243% വളർച്ച ഓരോരോ മേഖലയിൽ ഓരോരോ വർഷം എത്ര എന്ന് കൃത്യമായിട്ട് പറയുന്നു. അതിൽ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ മാത്രം ഇപ്പോൾ 519-ലധികം ഇന്നൊവേഷൻ ആൻഡ് എന്റർപ്രണർഷിപ്പ് ഡെവലപ്മെന്റ് സെന്ററുകൾ തുടങ്ങിയിരിക്കുന്നു. അതുവഴി ഫാബ് ലാബുകൾ, അതുപോലെ മിനി ഫാബ് ലാബുകൾ, അതിൻ്റെ എല്ലാം കൃത്യമായ എണ്ണങ്ങൾ, അത് ഏത് യൂണിവേഴ്സിറ്റിയിൽ, ഏത് കോളേജുകളിൽ, എവിടെയെല്ലാം ഇത്തരം ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ അതുവഴി എത്രമാത്രം തൊഴിലവസരങ്ങൾ ഉണ്ടാക്കാൻ കഴിഞ്ഞു, എത്ര നിക്ഷേപം ഉണ്ടാക്കാൻ കഴിഞ്ഞു എന്നതിന്റെ കണക്കുകളും കൃത്യമായിട്ട് 18 മുതൽ 24 വരെ 25 വരെയുള്ള ക്രമ നമ്പറുകളിലായിട്ട് സർക്കാർ തയ്യാറാക്കുന്നതാണ് ബജറ്റ്. അതിൽ എന്തൊക്കെ നടപ്പാക്കി എന്നുള്ളതാണല്ലോ ചോദ്യം. നിങ്ങൾ പ്രകടന പത്രികയിൽ പറഞ്ഞ കാര്യങ്ങൾ നടപ്പായിട്ടുണ്ടോ എന്നതാണല്ലോ ഈ പ്രോഗ്രസ് റിപ്പോർട്ട് കൊണ്ട് നിങ്ങൾ ഉദ്ദേശിച്ചത്. പക്ഷെ പലതും ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണെന്ന് പറയുന്നു. 2016 വരെ ഒരു സർക്കാരേ ഉണ്ടായിട്ടില്ല എന്ന മട്ടിൽ കാര്യങ്ങൾ പറയുന്നു. 2016 ശേഷമാണ് ഇവിടെ ഒരു ഭരണം തുടങ്ങിയതും ഒരു കുതിപ്പുണ്ടായതുമെന്നും പറയുന്നു. നവകേരളത്തിലേക്ക് വളരെ വേഗത്തിൽ പാഞ്ഞുകൊണ്ടിരിക്കുകയാണെന്ന് പറയുന്നു. അങ്ങനെ പാഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഏജൻസികൾക്ക് പണം കൊടുത്ത് പറയിപ്പിച്ച കാര്യത്തെക്കുറിച്ചാണ് ഞാൻ ചോദിച്ചത്. ഞാൻ താങ്കളിലേക്ക് അടുത്ത ഘട്ടത്തിൽ വരാം. ഞാൻ ലീഗ് പ്രതിനിധിയിലേക്ക് പോവുകയാണ്. ശ്രീ PK നവാസ്, നിങ്ങളുടെ കണക്കുകൾ കള്ളക്കണക്കുകളാണ്. നിങ്ങളുടെ കാലത്ത് വികസനം ഉണ്ടായിരുന്നില്ല. വികസന കുതിപ്പ് അതിനുശേഷമാണ് ഉണ്ടായിട്ടുള്ളത് എന്ന് മുഖ്യമന്ത്രി ഇന്നലെ വാർത്താസമ്മേളനത്തിൽ പൊതുപരിപാടിയിൽ പറഞ്ഞതാണ്. പക്ഷേ പ്രതിപക്ഷ നേതാവ് എല്ലാം തകിടം മറിയുന്നു എന്ന് പറയുമ്പോൾ അതിനും കൃത്യമായ കണക്കുകളില്ല. സ്മൃതി, ഒന്ന് ശ്രീ VPP മുസ്തഫ താങ്കളുടെ ചോദ്യത്തിന് മറുപടി പറയാൻ വേണ്ടി ഉദ്ധരിക്കുന്നത് ഈ 11 അധ്യായങ്ങളായി 328 പേജുള്ള ഈ ഗവൺമെൻറ് തന്നെ പുറത്തിറക്കിയ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഞാൻ ചോദിക്കട്ടെ, ഏതൊരു റിപ്പോർട്ടിലും നമ്മൾ കണക്കുകൾ പറയുമ്പോൾ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള അവകാശവാദങ്ങൾ ഉന്നയിക്കുമ്പോൾ
എവിടെയാണ് ഇതിൻ്റെ സോഴ്സ് എന്താണ് എന്ന് സ്വാഭാവികമായി പറയും. ഞാൻ ഈ റിപ്പോർട്ടിൻ്റെ അവസാന പേജ് വരെ മറിച്ചു നോക്കി. ഏത് സോഴ്സിൽ നിന്നുള്ള ഡാറ്റകൾ വെച്ചാണ് സംസാരിക്കുന്നതെന്ന റിപ്പോർട്ടിനകത്തില്ല. അവർ കുറേ അവകാശവാദങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. ഞാൻ പറയട്ടെ, ഏറ്റവും ചുരുങ്ങിയത് ഇപ്പം താങ്കൾ ചോദിച്ചത് പ്രതിപക്ഷത്തിൻ്റെ കയ്യിൽ എന്താണ് ഞങ്ങളുടെ കയ്യിൽ കണക്കുള്ളതെന്നാണല്ലോ. ഏറ്റവും ചുരുങ്ങിയൊരു കാര്യം ഞാൻ പറയട്ടെ, ഏറ്റവും മിനിമം ഒരു കാര്യം. കേരളത്തിൻ്റെ 22ാമത്തെ മുഖ്യമന്ത്രിയാണ് ശ്രീ പിണറായി വിജയൻ. സഖാവ് EMS നമ്പൂതിരിപ്പാട് മുതൽ ഉമ്മൻചാണ്ടി വരെയുള്ള 21 മുഖ്യമന്ത്രിമാർ കേരളം ഭരിച്ചു. ചുരുങ്ങിയ 60 വർഷം കേരളം ഭരിച്ചു. 1.75 ലക്ഷം കോടി രൂപയാണ് 60 വർഷം കേരളം ഭരിച്ച EMS മുതൽ ഉമ്മൻചാണ്ടി വരെയുള്ള ഗവൺമെൻറ്റുകൾ ഭരിച്ചിട്ട് അതിനുള്ള ആകെ കടമെന്ന് പറയുന്നത് 1.75 ലക്ഷം കോടി രൂപയാണ്. എന്നാൽ 2024 RBI റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ കണക്കുകൾ പരിശോധിച്ചാൽ 10 വർഷം പിണറായി വിജയൻ കേരളം ഭരിച്ചപ്പോഴുള്ള കടം 2.55 ലക്ഷം കോടി രൂപയാണ്. ഈ വ്യത്യാസത്തെ നിങ്ങളൊന്ന് പഠിക്ക്. 60 വർഷം EMS മുതൽ ഉമ്മൻചാണ്ടി വരെയുള്ള 21 മുഖ്യമന്ത്രിമാർ കേരളം ഭരിച്ചപ്പോഴുള്ള കടം 1.75 ലക്ഷം കോടി രൂപയാണ്. RBIയുടെ റിപ്പോർട്ട് പ്രകാരം തന്നെ, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ റിപ്പോർട്ട് പ്രകാരം തന്നെ ഈ പറയുന്ന പിണറായി വിജയൻ്റെ 2 വർഷത്തെ ഈ 10ാം വർഷത്തിലേക്ക് കടക്കുമ്പോൾ ഈ 2024 കണക്കുകൾ പ്രകാരം 2.55 ലക്ഷം കോടി രൂപ അവിടെ തന്നെ കടമുണ്ടാവുകയാണ്. എന്ന് വെച്ചാൽ 60 വർഷം കൊണ്ട് കേരളം നേടിയതിനേക്കാൾ ഇരട്ടിയോളം ഈ സർക്കാരിൻ്റെ കാലത്ത് കേരളം നേടണം, കടത്തിൻ്റെ കണക്ക് മാത്രം വെച്ചാൽ. എന്നാൽ നിങ്ങൾ പരിശോധിക്കുക, ഒരു വലിയ പദ്ധതി, കൃത്യമായൊരു പദ്ധതി കേരളത്തിൽ നടപ്പിലായിട്ടുണ്ടോ? ഉമ്മൻചാണ്ടി സർക്കാർ കേരളത്തിൽ നിന്ന് 2016 പടിയിറങ്ങി പോകുമ്പോൾ വിഴിഞ്ഞം പൂർത്തീകരിച്ചവരാകട്ടെ തുടങ്ങി വെച്ചത് ഉമ്മൻചാണ്ടി, മെട്രോ ഉമ്മൻചാണ്ടിയുടെ പ്രോജക്റ്റ്, കണ്ണൂർ എയർപോർട്ട് ഉമ്മൻചാണ്ടിയുടെ പ്രോജക്റ്റ്, എല്ലാ നിയോജക മണ്ഡലവും ആർട്സ് ആൻഡ് സയൻസ് കോളേജുകൾ ഉമ്മൻചാണ്ടി കൊണ്ടുവന്നു, മെഡിക്കൽ കോളേജുകൾ ഉമ്മൻചാണ്ടി കൊണ്ടുവന്നു, +2 സ്ഥിരമായ ബാച്ചുകൾ ഉമ്മൻചാണ്ടി കൊടുത്തു. എന്തിനേറെ 140 MLA-മാരുടെ ആസ്തി വികസന ഫണ്ട് 5 കോടിയായി കൂട്ടി. 1 രൂപ ഇതുവരെ വർദ്ധിപ്പിച്ചിട്ടില്ല. 10ാമത്തെ കൊല്ലത്തിലേക്ക് കടക്കാണല്ലോ, 1 കോടി രൂപ വർദ്ധിപ്പിച്ചിട്ടില്ല. അപ്പോൾ ഈ കണക്കുകൾ വെച്ച് തന്നെ ഇത്ര വലിയ കടമുണ്ടാകുമ്പോഴും ഒരു ബിഗ് പ്രോജക്റ്റ് പറയാൻ ഇവർക്കില്ല. നോക്കൂ, നിങ്ങൾ ഈ പ്രോഗ്രസ് റിപ്പോർട്ടിലെ 1ാം അധ്യായത്തിൽ തന്നെ പറയുന്ന ഒരു കാര്യമുണ്ട്. അത് തൊഴിലിനെ കുറിച്ചാണ്, എംപ്ലോയ്മെൻറ്റിനെ കുറിച്ചാണ്. 20 ലക്ഷം പേർക്ക് തൊഴിൽ കൊടുക്കുമെന്നാണ് പറയുന്നത്. നമുക്ക് ഇവർ പറഞ്ഞ പ്രോഗ്രസ് റിപ്പോർട്ട് ഇവർ തന്നെ എഴുതി, ഇവർ തന്നെ ഊതി വീർപ്പിച്ച ഒന്നാണല്ലോ. നമുക്ക് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ മിനിസ്ട്രി ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റിനെ കണക്കെടുക്കാം. UDF ഭരിച്ച് ഭരണത്തിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ 7.4% കേരളത്തിൻ്റെ അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റ്. അത് വെറുതെ ഞങ്ങൾ പറഞ്ഞു പോവല്ല. ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ മിനിസ്ട്രി ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ കണക്ക് സൈറ്റ് നിങ്ങൾ പരിശോധിച്ചാൽ അറിയാം. LDF ഗവൺമെൻറ് ഇന്ന് ഭരിക്കുമ്പോൾ 2024 കണക്ക് അവർ പുറത്തു വെച്ചാൽ എത്രയാണ്? 10.2 യൂത്ത് അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റ് ഏറ്റവും കൂടുതൽ 32% ഈ കേരളത്തിലാണ്. എന്തിനേറെ ഇതേ ഇവരുടെ പ്രോഗ്രസ് കാർഡിനകത്ത് 254ാമത്തെ വിഷയമായി പറയുന്നത് സ്ത്രീകളുടെ തൊഴിൽ പങ്കാളിത്തം വർദ്ധിപ്പിച്ചുവെന്നാണ്. എന്നാൽ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ മിനിസ്റ്റർ ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ കണക്കിൽ പറയുന്നു സ്ത്രീകളുടെ അൺഎംപ്ലോയ്മെൻറ്റ് 8.1 ആയിരുന്നു 2016 2024 എത്തുമ്പോൾ 14.7 ആയിരിക്കുന്നു, ഇരട്ടിയായി വർദ്ധിച്ചിരിക്കുന്നു എന്ന്. ഇവർ ഊതി വീർപ്പിച്ച് കണക്ക് വിശ്വസിക്കണോ അതോ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ വെബ്സൈറ്റിലെ കണക്കുകൾ തെറ്റാണ് എന്നാണ് ഇവരുടെ വാദം. ഇനി അത് പോട്ടെ, GSDPയുടെ കണക്ക് നമ്മുടെ മുമ്പിലുണ്ടല്ലോ. ഐക്യജനാധിപത്യ മുന്നണി ഭരണത്തിൽ നിന്നിറങ്ങുമ്പോൾ 7.5 കേരളത്തിൻ്റെ GSDP എന്ന് പറയുന്നത്. എന്നാൽ ഇന്ന് LDF ഭരിക്കുമ്പോൾ 6.1, 1.4% കുറഞ്ഞു. ഈ കണക്കുകൾ നമ്മുടെ മുമ്പിലുണ്ടല്ലോ. ഇത് കളവാണെന്ന് പറയാൻ കഴിയില്ലല്ലോ. ഇവർ എഴുതി വെച്ചതുപോലെ ആധികാരികതയില്ലാത്ത, സോഴ്സ് ഇല്ലാത്ത കണക്കുകളല്ലോ ഞങ്ങൾ പറയുന്നത്. നാഷണൽ ആവറേജ് എന്ന് പറയുന്നത് UDF 2016 7.1 ആയിരുന്നു. അന്ന് കേരളത്തിൻ്റെത് 7.5. നാഷണൽ ആവറേജ് ഇന്ന് 7 2025 7 നാഷണൽ ആവറേജ്. പക്ഷേ കേരളത്തിൻ്റെ GSDP റേറ്റ് എന്ന് പറയുന്നത് 6.1. കേരളം മുന്നോട്ടാണോ പിറകോട്ടാണോ നമ്മൾ പരിശോധിക്കണ്ടേ. ഇതിൽ 883ാമത്തെ ഐറ്റം പറയുന്നുണ്ട്, മദ്യനയമാണ്. അതൊരു വാചകം അവർ ഉപയോഗിക്കുന്നുണ്ട്. ശക്തമായ പ്രചരണം നടത്തിക്കൊണ്ട് മദ്യം കുറച്ചു കൊണ്ടുവരും, ലഭ്യതയും ഉപയോഗവും പടിപടിയായി കുറയ്ക്കും. നോക്കൂ, 29 5 സ്റ്റാർ ബാറുകളാണ് ഉമ്മൻചാണ്ടി സർക്കാർ അധികാരത്തിന് താഴെ ഇറങ്ങുമ്പോൾ കേരളത്തിൽ ഉണ്ടായത്. കഴിഞ്ഞ നിയമസഭാ സമ്മേളനത്തിൽ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അഡ്വക്കേറ്റ് ഷംസുദ്ദീൻ്റെ ചോദ്യത്തിന് ഗവൺമെൻറ് പറഞ്ഞ മറുപടി കഴിഞ്ഞ നിയമസഭാ സമ്മേളന സമയത്ത് 846 ബാറുകൾ കേരളത്തിലുണ്ട് എന്നാണ്. ഇവരുടെ റിപ്പോർട്ടിനകത്ത് പറയുന്നത് പടിപടിയായി ഞങ്ങൾ കുറച്ച് കൊണ്ടുവരും. ഇവരുടെ 883ാമത്തെ കാര്യമാണ്. ഞാൻ പറയട്ടെ, നിങ്ങൾ കഴിഞ്ഞ ദിവസം പുറത്തുവിട്ട IT പാർക്കുകളിൽ മദ്യത്തിൻ്റെ ഔട്ട്ലെറ്റുകൾ തുറന്നു എന്ന വാർത്ത നിങ്ങൾ പുറത്തുവിട്ടു. നമുക്ക് പോലീസിംഗ് റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് പറയുന്നുണ്ടല്ലോ. ഇതാരാണ് ഇവരുടെ ഈ റിപ്പോർട്ടാണോ നമ്മൾ നോക്കേണ്ടത് അതോ സ്റ്റേറ്റ് ക്രൈം റെക്കോർഡ് ബ്യൂറോയും നാഷണൽ ക്രൈം റെക്കോർഡ് ബ്യൂറോയുടെയും കണക്കുകളാണോ നമ്മൾ പരിശോധിക്കേണ്ടത്? അങ്ങനെ നാഷണൽ ക്രൈം റെക്കോർഡ് ബ്യൂറോയുടെ കണക്കുകൾ പരിശോധിച്ചാൽ 39% ക്രൈം റേറ്റ് കൂടിയ സ്റ്റേറ്റിൻ്റെ പേരാണ് കേരളം എന്ന് പറയുന്നത്. പെർ ക്യാപിറ്റ റേഷ്യോ പ്രകാരം 1ാം സ്ഥാനത്ത് UP ആണെങ്കിൽ 2ാം സ്ഥാനത്ത് കേരളമാണ്.
കാലത്താണ് ഇവർ ഈ പ്രോഗ്രസ് റിപ്പോർട്ടിലൂടെ ഞങ്ങളെല്ലാം വൃത്തിയായി കേരളത്തിൽ ചെയ്തിരിക്കുന്നു എന്ന് പറയുന്നത്. വേണ്ട, പിണറായി വിജയൻ ഭരിക്കുന്ന ആഭ്യന്തര വകുപ്പിന് കീഴിലുള്ള സ്റ്റേറ്റ് ക്രൈം റെക്കോർഡ് ബ്യൂറോയുടെ കണക്കെടുക്ക്. കേരളത്തിന്റെ ഈ 68 വർഷത്തെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ കൊലപാതക കേസുകൾ രജിസ്റ്റർ ചെയ്തത് ഈ ഭരണത്തിന്റെ കാലത്ത്, ഏറ്റവും കൂടുതൽ ബലാത്സംഗ കേസുകൾ രജിസ്റ്റർ ചെയ്തത് പിണറായി മുഖ്യമന്ത്രി ആയിരിക്കുന്ന കാലത്ത്, ഏറ്റവും കൂടുതൽ മോഷണ കേസുകൾ രജിസ്റ്റർ ചെയ്തത് പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയിരിക്കുന്ന കാലത്ത്, സ്ത്രീകൾക്കെതിരെയും കുട്ടികൾക്കെതിരെയും ഏറ്റവും കൂടുതൽ അതിക്രമം നടന്ന കേസുകൾ രജിസ്റ്റർ ചെയ്തത് ഈ ഭരണത്തിന്റെ കാലത്ത്. കേരളത്തിന്റെ ചരിത്രത്തിൽ 68 വർഷത്തെ ചരിത്രത്തിൽ ഇതേ പിണറായി വിജയൻ ആഭ്യന്തര വകുപ്പിന്റെ സ്റ്റേറ്റ് ക്രൈം റെക്കോർഡ് ബ്യൂറോയുടെ കണക്ക് പ്രകാരം പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ട്രഷറി പൂട്ടേണ്ട അവസ്ഥ എന്തായാലും LDF സർക്കാരിന്റെ ഭരണത്തിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. സാങ്കേതികമായി പൂട്ടിയില്ലെന്ന് പറയും. ഇപ്പോൾ ഇവർ പറയും ട്രഷറി പൂട്ടിയില്ല, അല്ലെങ്കിൽ ഞങ്ങൾ ലോഡ് ഷെഡിങ് പവർ കട്ട് ഉണ്ടാക്കിയില്ല എന്നൊക്കെ സാങ്കേതികമായി പറയാറുണ്ട്. നിങ്ങൾ പവർ കട്ട് ഉണ്ടായില്ല, ട്രഷറി പൂട്ടിയില്ല എന്ന് തന്നെ വസ്തുതാപരമായി നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്ക്. ട്രഷറി പൂട്ടിയില്ല എന്ന് സാങ്കേതികമായി പറഞ്ഞാലും ട്രഷറിയിൽ നിന്ന് എന്താ നടക്കുന്നത്? അതൊരു ചോദ്യമല്ല. നിങ്ങൾ പരിശോധിക്ക്. ഏറ്റവും ചുരുങ്ങിയത് അതിന് കൊടുക്കാനുള്ള കരാറുകാരൻ്റെ ബില്ലുകളൊന്നും പാസ്സാക്കാതെ മൊത്തം ഹോൾഡ് ചെയ്ത് വെക്കുന്ന സ്ഥിതി ഉണ്ടായില്ലേ? പൂട്ടിയതിന് സമാനമായ അവസ്ഥ ഉണ്ടായി. ഇലക്ട്രിസിറ്റി ഞങ്ങൾ ലോഡ് ഷെഡിങ് നടത്തിയിട്ടില്ല എന്ന് പറഞ്ഞു. ഞാൻ പരിശോധിച്ചു കഴിഞ്ഞ ദിവസം കേരളത്തിൽ കേരളത്തിലെ തൊട്ടടുത്ത 2 സംസ്ഥാനങ്ങൾ, നിങ്ങൾ കർണാടകയും തമിഴ്നാടും എടുക്ക്, ഇവരുടെ ഈ വകുപ്പിനകത്ത് തന്നെ ഇലക്ട്രിസിറ്റിയെക്കുറിച്ച് ഒരു സെഷൻ ഒരു ഐറ്റമായി തന്നെ അവർ പറയുന്നുണ്ട്. ഏറ്റവും കൂടുതൽ കറണ്ട് ചാർജ് ഈടാക്കിയത് എന്ന് വെച്ചാൽ 66% വർധനവ് കേരളത്തിൽ, എന്നാൽ 33% തൊട്ടപ്പുറത്ത് തമിഴ്നാട്ടിൽ വർധനവുള്ളത്, 27% തൊട്ടപ്പുറത്ത് കർണാടകയിലുള്ളത്. ലോഡ് ഷെഡിങ് അവർക്ക് നടത്തേണ്ടി വരില്ല, കാരണം ഏറ്റവും വലിയ കൊള്ളയടിക്കുന്ന കറണ്ട് ബില്ല് വാങ്ങുന്നത് ഈ കേരളത്തിനകത്താണ്. അപ്പോൾ ഈ ട്രഷറി പൂട്ടിയില്ല, ഞങ്ങൾ ലോഡ് ഷെഡിങ് നടത്തിയില്ല എന്ന ന്യായമൊന്നും ന്യായീകരിക്കാൻ കഴിയുന്നതല്ല. വസ്തുതാപരമായി ഇഴകീറി പരിശോധിച്ചാൽ അവിടെയെല്ലാം ഈ സർക്കാരിൻ്റെ പരാജയം വ്യക്തമാണ്. ഇത് മാത്രമല്ല, നിങ്ങൾ ഓരോന്ന് പരിശോധിക്കും. ഇപ്പോൾ ഇതിൽ സംവരണ നയത്തെക്കുറിച്ച് അവർ പറയുന്നുണ്ട്. ഞാൻ ഇന്ന് കാലിക്കറ്റ് സർവകലാശാലയിൽ ഒരു ഉദ്യോഗാർത്ഥിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് വായിച്ചു. കേരള ഹൈക്കോടതി 2023 അവരൊരു പരാതി കൊടുത്തു. പട്ടിക വകുപ്പ് പറഞ്ഞു ഇവർക്ക് അവകാശപ്പെട്ടതാണ് ഈ സംവരണ റൊട്ടേഷൻ, അവരെ നിയമിക്കണമെന്ന് പറഞ്ഞു. കേരള ഗവൺമെന്റ് ഇതുവരെ നിയമനം നടത്തിയില്ല, 2 കൊല്ലമായി. പകരം ആ നിയമനം ചോദ്യം ചെയ്ത പിന്നോക്ക വിഭാഗത്തിന്റെ നേതാവായിട്ട് അവരുടെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന ഡോക്ടർ മാധവൻ സാറിനെതിരെ നടപടിയെടുക്കാൻ അവർ ശുപാർശ ചെയ്യുന്നു. എന്നിട്ട് ഇവർ എഴുതി വെക്കാണ് 880ാമത്തെ ഐറ്റമായിട്ട് പട്ടികജാതി പട്ടികവർഗങ്ങളുടെ സ്വകാര്യ മേഖലയിൽ കൂടി ഞങ്ങൾ സംവരണം കൊടുക്കും എന്ന് എഴുതി വെക്കുകയാണ്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എന്ന് പറയുന്ന ഗവൺമെന്റിന് കീഴിലുള്ള സർവകലാശാലക്കകത്ത് സംവരണം കൊടുക്കാത്തതിന്റെ പേരിൽ പട്ടികജാതി വകുപ്പ് കൊടുക്കാൻ വേണ്ടി 2023 ഓർഡർ ഇട്ടിട്ടും അത് ചെയ്യാത്തതിന്റെ പേരിൽ അതിനെതിരെ ഒരു ലേഖനം എഴുതിയതിന്റെ പേരിൽ അവിടുത്തെ ഒരു അധ്യാപകനെതിരെ നടപടിക്ക് ശുപാർശ ചെയ്യുന്ന ഈ ഗവൺമെന്റാണ് 880ാമത്തെ ഐറ്റമായിട്ട് പച്ചക്കള്ളം എഴുതി വെക്കുന്നത്. അപ്പോൾ ഈ റിപ്പോർട്ട് വായിച്ചാൽ, പ്രോഗ്രസ് റിപ്പോർട്ട് വായിച്ചാൽ പൂർണ്ണമായും നുണകൾ നിറഞ്ഞ കള്ളക്കണക്കുകൾ ചേർത്ത് വെച്ച നേരത്തെ നിങ്ങൾ പറഞ്ഞതുപോലെ ആളുകളുടെ കണ്ണ് കെട്ടിക്കുന്ന ഒരു വിദ്യയായി ഈ റിപ്പോർട്ട് മാറിയിട്ടുണ്ട് എന്നത് ഓരോന്ന് പരിശോധിച്ചാൽ നോക്കൂ. നിങ്ങൾ 744ാമത്തെ ഐറ്റം ഞാനൊന്ന് പറയട്ടെ. മലബാറിലെ പിന്നോക്കാവസ്ഥ, വിദ്യാഭ്യാസ പിന്നോക്കാവസ്ഥക്ക് പ്രത്യേക പാക്കേജുകൾ കൊണ്ടുവരും, വിദ്യാഭ്യാസ പ്രശ്നം പരിഹരിക്കാൻ സ്ഥാപനങ്ങളും കോഴ്സുകളും കൊണ്ടുവരും. അവർ എഴുതി വെക്കപ്പെട്ടതാ. ഞാൻ ചോദിക്കട്ടെ, ശ്രീ VPP മുസ്തഫ, അങ്ങും മലബാറുകാരനാണല്ലോ, ഞാനും മലബാറുകാരനാണ്. ഈ ഇവിടെ കൊണ്ടുവന്ന ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ ഒരു കോളേജിന്റെ പേര് പറയും. ഒരു കോളേജിന്റെ പേര്, ഈ 5 ജില്ലകളിൽ ഒരു പുതിയൊരു കോളേജിന്റെ പേര്. കഴിഞ്ഞ വർഷം +1 സമരം ചെയ്ത് ജയിലിൽ പോയ ആളുകളാ ഞങ്ങളൊക്കെ. ഒരു സ്ഥിരം ബാച്ച് അനുവദിക്കാൻ നിങ്ങൾക്ക് സാധ്യമായിട്ടില്ല. പകരം അതേ പോയിന്റിൽ തന്നെ അവർ പറയുന്നത് എന്തോ, KTDCയുടെ ഹോട്ടൽ നിർമ്മാണം ഇവിടെ നടക്കുന്നുണ്ട്, കാരണം അവിടെ മദ്യം വിളമ്പാൻ വേണ്ടി കഴിയും, അതുവഴി വരുമാനം ഉണ്ടാക്കാൻ വേണ്ടി കഴിയും. വിദ്യാഭ്യാസ മേഖലയിൽ മലബാറിലെ പിന്നോക്കാവസ്ഥ പരിഹരിക്കാൻ ഞങ്ങൾ സന്നദ്ധമാണെന്ന് 744ാമത്തെ അധ്യായത്തിൽ പോയിന്റിൽ പറഞ്ഞു വെക്കുകയും എന്നിട്ട് ഒരു കോളേജോ ഒരു പുതിയ കോഴ്സോ ഒരു പുതിയ യൂണിവേഴ്സിറ്റിയോ മലബാറിൽ ഇതുവരെ തുടങ്ങാത്ത ആളുകൾ പച്ചക്കള്ളവും ഇല്ലാത്ത കണക്കുകളും പെരുപ്പിച്ചുകൊണ്ടാണ് ഈ ഗവൺമെന്റ് ജനങ്ങൾക്കിടയിലേക്ക് വന്നിട്ടുള്ളത്. ഈ പ്രോഗ്രസ് റിപ്പോർട്ട് ഒരു ബൂമറാങ് പോലെ തിരിച്ചടിക്കും. ഓരോ അധ്യായവും വായിച്ചാൽ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവൻ അനുഭവിക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് നുണകൂടി പറയുക ചെയ്തിട്ടുള്ള ഒരു ഗവൺമെന്റിനെതിരെ വലിയ ജനരോഷം ഉണ്ടാകാൻ ഈ റിപ്പോർട്ട് പരിശോധിക്കപ്പെട്ടാൽ കാരണമാകുമെന്ന ആത്മവിശ്വാസമാണ് ഐക്യജനാധിപത്യ മുന്നണിക്കുള്ളത്. ശരി, ശ്രീ ഷാജി രാഘവൻ, കേന്ദ്ര വിഹിതം വേണ്ട വിധത്തിൽ കിട്ടാതെ ഇരിക്കുന്ന ഘട്ടത്തിലാണ് ഇത്രത്തോളം വികസനം മുന്നോട്ട് കൊണ്ടുപോകാൻ സംസ്ഥാന സർക്കാരിന് കഴിഞ്ഞിട്ടുള്ളത്. കേന്ദ്രം പലതരത്തിൽ സംസ്ഥാന സർക്കാരിനെ ബുദ്ധിമുട്ടിച്ചിട്ടും നടപ്പാക്കിയ പദ്ധതികൾ, അതിൽ വിജയിച്ച കാര്യങ്ങൾ, അതാണ് ഈ പ്രോഗ്രസ് റിപ്പോർട്ടിലുള്ളത് എന്നുകൂടിയാണ് സർക്കാർ പറയുന്നത്. എന്താണ് നിങ്ങൾക്ക് പറയാനുള്ള മറുപടി? കട്ടായി പോയല്ലോ. അല്ല, അതൊരു വസ്തുതാവിരുദ്ധമായിട്ടുള്ള ഒരു പറച്ചിലാണ്, വിലയിരുത്തലാണ്. നോക്കൂ, ഈ പിണറായി വിജയൻ്റെ ഈ 9 വർഷത്തെ നമ്മുടെ ഇപ്പോഴത്തെ ഗവൺമെൻറ്, അത് വരാൻ പോകുന്ന തലമുറ, പ്രത്യേകിച്ച് ജീവിതത്തെ വലിയ ഗൗരവത്തോടു കൂടി കാണുകയും ഒക്കെ ചെയ്യുന്ന നമ്മുടെ പുതിയ തലമുറ, അല്ലെങ്കിൽ വരുന്ന തലമുറ കേരളത്തിൽ പിണറായി വിജയൻ്റെ ഈ ഗവൺമെൻറ്റിനെ അടയാളപ്പെടുത്താൻ പോകുന്നത് ഒരു സംശയവും വേണ്ട,
അവർക്ക് നഷ്ടപ്പെട്ട ഒരു ദശകം എന്നുള്ള നിലയിലായിരിക്കും. 10 വർഷങ്ങൾ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ഞാൻ വരാൻ പോകുന്ന പുതിയ തലമുറയിലെ ചെറുപ്പക്കാരെ പറ്റിയിട്ട് ചേർത്താണ് സംസാരിക്കുന്നത്. ഏതെങ്കിലും സ്റ്റാർട്ടപ്പ് ജിനോയുടെ ഒരു കണക്ക് വെച്ചിട്ട് ഒരു പ്രോഗ്രസ് റിപ്പോർട്ട് തയ്യാറാക്കി ആരെയാണ് പറ്റിക്കാൻ സാധിക്കുന്നത്? സ്മൃതി, നാട്ടിലെ ജനങ്ങൾക്ക് അനുഭവഭേദ്യമാവണം വികസനം, അനുഭവഭേദ്യമാകണം പദ്ധതികൾ. അങ്ങനെ എന്തെങ്കിലും ഈ ഗവൺമെൻറ്റിന് പറയാനുണ്ടോ? അവർ കുറേ കണക്കുകളാണ് പറയുന്നത്. ജനങ്ങൾക്ക് നേരിട്ട് അനുഭവഭേദ്യമാകണ്ടേ ഈ കാര്യങ്ങളൊക്കെ തന്നെ? നോക്കൂ, ഈ രാജ്യത്ത്, ഈ സംസ്ഥാനത്തെ ജനങ്ങൾ നോക്കിക്കാണുന്നുണ്ട്. നമ്മുടെ രാജ്യത്ത് കേന്ദ്ര ഗവൺമെൻറ് ആയാലും നിരവധി സംസ്ഥാന ഗവൺമെൻറ്റുകളും വികസിത ഭാരതം എന്ന് പറയുന്ന ഒരു വലിയ സങ്കല്പം 2047 സ്വാതന്ത്ര്യം കിട്ടി 100-ാം വർഷമാകുമ്പോഴത്തേക്കും വികസിത ഭാരതവും വികസിത സംസ്ഥാനങ്ങളും എന്ന് പറയുന്ന മഹത്തായ ലക്ഷ്യം വെച്ചുകൊണ്ട് അതിനനുസൃതമായ പദ്ധതികളും പരിപാടികളും അതിനനുസൃതമായ നയങ്ങളും രൂപീകരിച്ചുകൊണ്ട് രാജ്യത്ത് മുമ്പോട്ട് പോവുകയാണ്. കേരളം അതിനൊപ്പം പോകുന്നില്ല എന്ന് മാത്രമല്ല, അതിൽ പിന്നോട്ടാണ് എന്നുള്ളതൊരു യാഥാർത്ഥ്യമല്ലേ? ഇപ്പോൾ ഗവൺമെൻറ് പുറത്ത് വെച്ചിരിക്കുന്ന ഈ പ്രോഗ്രസ് റിപ്പോർട്ട് തന്നെ ഞാനതാ സൂചിപ്പിച്ചത്, ഒരു സ്റ്റാർട്ടപ്പ് ജിനോയ്ക്ക് ഈ തരത്തിൽ ഇതിനു മുമ്പ് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടല്ലോ. കേരളത്തിൽ എന്താ പറയുക, ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ് മീറ്റ് കൊച്ചിയിൽ നടക്കുമ്പോൾ ഇതേപോലൊരു തട്ടിപ്പ് നടത്തി നമ്മുടെ വ്യവസായ വകുപ്പ് മന്ത്രി. കാരണം വ്യാവസായിക മേഖലയെ വലിയ ഉയർച്ച അവർ ചൂണ്ടിക്കാട്ടുകയാണ്. ഇതേപോലൊരു ഏജൻസിയെ വെച്ചിട്ടാണ്. ആ ഏജൻസി പോലും ഇന്ന് നാട്ടിലില്ല, നിലവിൽ പ്രവർത്തിക്കുന്നതല്ല. അപ്പോൾ ഇങ്ങനെയൊന്നും ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടിയിട്ട് സാധിക്കില്ല. നമ്മളൊന്ന് നോക്കൂ, ഈ ഗവൺമെൻറ് പറയുന്ന ഏതെങ്കിലും, ഇവർക്ക് കഴിഞ്ഞ 9 വർഷമായല്ലോ, ഏതെങ്കിലും കൃത്യമായിട്ടൊരു പദ്ധതി അത് വിഷ്വലൈസ് ചെയ്യാനും അതിന് കൃത്യമായിട്ടുള്ള പദ്ധതി രൂപീകരിക്കുവാനും അത് പറഞ്ഞ് ഈ സംസ്ഥാനത്തെ ജനങ്ങളെ ബോധ്യപ്പെടുത്താനും അത് നടപ്പിലാക്കാനും ഇവർക്ക് സാധിച്ചിട്ടുണ്ട്. വേണ്ട വിധത്തിൽ അത് വെട്ടിച്ചുരുക്കുന്നു എന്നുള്ളത് സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചുള്ള ഒരു അനുഭവമാണല്ലോ ശ്രീ ഷാജി രാഘവൻ, കേരളത്തെ സംബന്ധിച്ചുള്ള അനുഭവമാണല്ലോ. മാത്രമല്ല, ക്ഷമിക്കണം, കിഫ്ബി വഴി പദ്ധതികൾ നടപ്പാക്കാം എന്നുദ്ദേശിക്കുമ്പോൾ കിഫ്ബിയും കടപരിധിയിൽ നിങ്ങൾ ഉൾപ്പെടുത്തുകയാണ്. അപ്പോൾ ആ നിലയ്ക്കും മുറുക്കുകയാണ്. സ്മൃതി, ഈ വിഷയം ചർച്ച ചെയ്ത ഒരു കൺക്ലൂഷനിലെത്തിയ വിഷയമല്ലേ? എനിക്കെന്തോ സ്മൃതി അത് എന്തോ മറന്നുപോയെന്ന് എനിക്ക് തോന്നുന്നു. കേരളത്തിൻ്റെ സംസ്ഥാന ഗവൺമെൻറ് സുപ്രീം കോടതി വരെ പോയില്ലേ? അതിനപ്പുറത്തൊരു അതോറിറ്റി ഇല്ലല്ലോ. എന്തായിരുന്നു കേരളം സുപ്രീം കോടതിയുടെ മുമ്പിൽ പറഞ്ഞത്? ഇതേ കാര്യങ്ങളല്ലേ? ഞങ്ങളെ ഞെരുക്കുന്നു, ഞങ്ങൾക്ക് ഫണ്ട് കിട്ടാനുണ്ട്, കേന്ദ്ര വിഹിതം കിട്ടാനുണ്ട്. എന്താ സുപ്രീം കോടതി പറഞ്ഞത്? അടിവരയിട്ട് പറഞ്ഞില്ലേ? ഒന്നും കിട്ടാനില്ല കേരളത്തിന്. വളരെ കുറച്ച് ഒരു എമൗണ്ട് മാത്രം കിട്ടാനുണ്ട്, അത് കൊടുക്കണമെന്ന് മാത്രമാണ് കേന്ദ്ര ഗവൺമെൻറ്റിനോട് സുപ്രീം കോടതി പറഞ്ഞത്. അത് കൊടുക്കുകയും ചെയ്തു. ഇപ്പോൾ ഈ വാദം പറയാൻ ക്ലെയിം ഉന്നയിക്കാൻ സംസ്ഥാന ഗവൺമെന്റ് അർഹതയുള്ളൂ. അതിനെ അങ്ങനെ പറയാൻ പറ്റുമോ ശ്രീ ഷാജി? അല്ല, അതാ ഞാൻ ചോദിച്ചത്. അതെത്രയാണ്? അല്ലല്ല, എൻ്റെ ചോദ്യം, സ്മൃതി എന്നോട് ചോദിച്ചത് ഇപ്പോഴും അത് പ്രിവെയിൽ ചെയ്യുന്നത് നിലനിൽക്കുന്നു എന്നുള്ള നിലക്കല്ലേ? അതില്ലല്ലോ. ഇപ്പം ഒരു ചെറിയ എമൗണ്ട് മാത്രം ബാക്കി കൊടുക്കാനുണ്ടായിരുന്നു, അത് കൊടുക്കാൻ കോടതി പറഞ്ഞു, കേന്ദ്ര ഗവൺമെൻറ് അത് കൊടുത്തു. ഇനിയിപ്പോൾ ആ വാദത്തിൻ്റെ മുനയൊടിഞ്ഞില്ലേ സ്മൃതി? ഇനി അത് പറഞ്ഞ് മുമ്പോട്ട് പോകാൻ സാധിക്കൂ? ഇതൊന്നും അല്ലെന്നേ കാര്യം, ഇതൊന്നും അല്ല പ്രശ്നം. ഇന്ന് കേരളത്തിൽ പ്രതിസന്ധിക്ക് കാരണം ഉൾപ്പെടെ ചാനൽ ഉൾപ്പെടെ കേരളം സുപ്രീം കോടതി അതിൽ പൂർണ്ണമായി വിധി പറഞ്ഞിട്ടില്ല. സുപ്രീം കോടതിയുടെ വിധി പറയാൻ ഞാൻ ചോദിക്കുന്ന വർഷങ്ങൾ, ഇതിൻ്റെ ഒരു ഫൈൻഡിങ്സ്, കോടതിയുടെ പരാമർശം വളരെ വ്യക്തമല്ലേ? അവരെല്ലാ ഡീറ്റെയിൽസും നോക്കിയിട്ട് എന്താ കോടതി പറഞ്ഞത്? നിങ്ങൾ ഈ പറയുന്ന രീതിയിൽ വിഹിതം കിട്ടാനില്ല കേന്ദ്രത്തിൽ നിന്ന്, കേന്ദ്രം തരാനുള്ളതൊക്കെ തന്നിട്ടുണ്ടെന്ന് കൃത്യമായി സുപ്രീം കോടതി പറയുന്നുണ്ട്. കിട്ടാനുള്ള ഒരു ചെറിയ എമൗണ്ടിനെ പറ്റി പരാമർശിക്കുന്നുമുണ്ട്. ആ എമൗണ്ട് കൊടുക്കാനായിട്ട് ഇൻട്രീം ഇതെന്താ വിധി എന്നുള്ള നിലക്ക് കോടതി പറയുന്നുണ്ട്. ആ എമൗണ്ട് കേന്ദ്ര ഗവൺമെൻറ് കൊടുത്തിട്ടുമുണ്ട്. കേരളത്തിൻ്റെ സാഹചര്യം ഇതൊന്നുമല്ല സ്മൃതി. ഇവിടുത്തെ അഴിമതി, ഇവിടുത്തെ ധൂർത്ത്, ഇവിടുത്തെ പിടിപ്പുകേട്, അതായത് ഫൈനാൻസ് മാനേജ്മെൻറ്റിൽ മിസ്മാനേജ്മെൻറ്റ്, പിൻവാതിൽ നിയമങ്ങൾ, ആലോചിച്ചു. ഇതൊക്കെ തന്നെയല്ലയോ ഇത്തരത്തിൽ സംസ്ഥാന ഗവൺമെൻറ്റിനെ ഇത്രയും വലിയ ഗുരുതരമായി പ്രതിസന്ധിപ്പെടുത്തിയിട്ടുള്ളത്? അതല്ലേ അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം? ഇതൊന്നും ചർച്ച ചെയ്യുന്നില്ലല്ലോ. സ്മൃതി ഒന്ന് ആലോചിച്ച് നോക്കും. പണ്ടൊക്കെ നമ്മുടെ കേരളത്തിൽ പൊതുവെ പറയും എന്താണെന്നറിയോ, ഇടതുപക്ഷ ഗവൺമെൻറ് വന്നാൽ അതിൽ കുറച്ച് മന്ത്രിമാർ കൊള്ളാവുന്നവരുണ്ട്, ചില മന്ത്രിമാരെങ്കിലും കൊള്ളാം, അങ്ങനെ കേരളത്തിനൊരു പൊതു ധാരണയുണ്ടായിരുന്നു. അത് EMSൻ്റെ മന്ത്രിസഭ തൊട്ടുണ്ട്. അത് മുണ്ടശ്ശേരി മാഷിൻ്റെ കാര്യത്തിലായാലും ജസ്റ്റിസ് കൃഷ്ണയ്യരുടെ കാര്യത്തിലായാലും എന്നൊരു ഗൗരിയമ്മയുടെ കാര്യത്തിൽ പോലും കേരളം ആ തരത്തിലുള്ള വിലയിരുത്തൽ നടത്തിയിട്ടുണ്ട്. ഇടതുപക്ഷ ഗവൺമെൻറ് ഭരിക്കുമ്പോഴും ഭരണത്തിന് എത്രയൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിലും ചില മന്ത്രിമാർ കൊള്ളാമെന്ന് പറയും. കഴിഞ്ഞ 10 വർഷമായിട്ട്, പ്രത്യേകിച്ച് കഴിഞ്ഞ 4 വർഷമായിട്ട് അധികാരത്തിലിരിക്കുന്ന പിണറായി വിജയന്റെ ഗവൺമെന്റിനുള്ളിൽ ഒരൊറ്റ മന്ത്രിയെങ്കിലും ഇവർക്ക് ദേശീയപാതയുമായി ബന്ധപ്പെട്ട ഇത്രയും വിള്ളലുകളും കുഴപ്പങ്ങളും ഉണ്ടായിട്ടും, അത് NHAIയുടെ ഭാഗത്തുണ്ടായ വീഴ്ചയായിട്ടും, NHAIക്കെതിരെയല്ല ശക്തമായി ഇവിടെ സംസ്ഥാന സർക്കാർ പ്രതികരിക്കുന്നത്, ഇവിടുത്തെ പ്രതിപക്ഷത്തിനെതിരെ മാത്രമാണ്. നിങ്ങളെ വേദനിപ്പിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുന്നുണ്ട് ശ്രീ ഷാജി രാഘവൻ?
അല്ല, അതെന്തായിക്കോട്ടെ, അത് നിങ്ങളത് എങ്ങനെ നോക്കിക്കാണുന്നത് എനിക്കറിയില്ല. എന്തായാലും സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ പ്രോഗ്രസ് റിപ്പോർട്ടിലെ ഈ കഴിഞ്ഞ ആഴ്ച വരെ ഏറ്റവും വലിയൊരു പ്രധാന അവകാശവാദവും ഇവിടുത്തെ മരുമകൻ മന്ത്രിയുടെ റീലുകളും ഒക്കെ തന്നെ ഇത് ഞങ്ങളുടേതാണെന്ന് പറഞ്ഞായിരുന്നല്ലോ ദേശീയപാതയെ അവർ കൊണ്ടു നടന്നത്. എന്തായാലും 3-4 ദിവസമായിട്ട് റീലുകളൊന്നും ഇപ്പോൾ പുറത്ത് വരുന്നില്ല. അവർക്കിപ്പോൾ അവകാശവാദങ്ങളുമില്ല. അപ്പോൾ ഈ പദ്ധതികളൊക്കെ ഈ കേരളത്തിൽ ഇന്ന് നടപ്പിലാകുന്ന ഏത് പദ്ധതി നിങ്ങൾ നോക്കിക്കൊള്ളുന്നേ, അത് ദേശീയപാത മാത്രമല്ല, സാധാരണക്കാരനായ മനുഷ്യന് അനുഭവഭേദ്യമായ ഏത് വികസനം, നിങ്ങൾ റോഡിലിറങ്ങി റോഡിൽ നടക്കാൻ തുടങ്ങി, നിങ്ങൾ ട്രെയിനിൽ കയറി നിങ്ങളൊരു യാത്ര പുറപ്പെട്ടാൽ പോലും നിങ്ങൾക്ക് അനുഭവഭേദ്യമാകുന്ന ഏത് വികസനം നിങ്ങൾ നോക്കൂ, അതിൻ്റെയൊക്കെ പിന്നിൽ കേന്ദ്ര ഗവൺമെൻറ് ആണെന്നേ. ഇതൊക്കെ ഞങ്ങളുടേതാണെന്ന് പറഞ്ഞ് പ്രത്യേകിച്ച് ദേശീയപാത മറ്റ് സംസ്ഥാനങ്ങളിലൂടെ കടന്നു വന്ന് ഇങ്ങനെ കേരളത്തിലൂടെ കടന്നു പോകുമ്പോൾ കേരളത്തിലെത്തുമ്പോഴേക്കും അത് ഔദാര്യമായി മാറുകയാണോ? അല്ലല്ലോ. അല്ല, അത് റീൽസ് ഇറക്കിയ മന്ത്രിയോട് ചോദിക്കുന്നേ, എന്നോടല്ല ചോദിക്കേണ്ടത്. എന്തുകൊണ്ട് പിന്നെ മന്ത്രി ഇപ്പൊ ഇല്ല, രംഗത്തില്ല? മന്ത്രി ശക്തമായി ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പ്രതിപക്ഷത്തിനെതിരെയാണ്, നിങ്ങൾക്കെതിരെ നിങ്ങളിപ്പോ നാഷണൽ ഹൈവേയുടെ വിഷയം ചർച്ച ചെയ്യാനാണെങ്കിൽ വളരെ കൃത്യമായിട്ട് ഞാൻ പറയാം. നാഷണൽ ഹൈവേയുടെ കാര്യം പറയാനാണെങ്കിൽ ഞാൻ വളരെ കൃത്യമായിട്ട് പറയാം. 10 വർഷം മുമ്പ് രാജ്യത്ത് 93,000 കിലോമീറ്റർ മാത്രം ഉണ്ടായിരുന്ന നാഷണൽ ഹൈവേ കഴിഞ്ഞ 10 കൊല്ലം കൊണ്ട് 1,46,000 കിലോമീറ്ററായി വർദ്ധിപ്പിച്ചു. അതായത് 60% വർധനവ് ഈ രാജ്യത്ത് നാഷണൽ ഹൈവേ വരുത്തിയ ഗവൺമെൻറ്റാണ് രാജ്യത്തുള്ളത്. ആ രാജ്യത്ത് ഇത്രയധികം വർധനവ് നാഷണൽ ഹൈവേയുടെ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ വരുത്തിയ ഗവൺമെൻറ് കേരളത്തിൽ നിർമ്മാണ പ്രവർത്തനം നടത്തുമ്പോൾ പാളിച്ച പറ്റിയിട്ടുണ്ട്, അത് സമ്മതിച്ചിട്ടുണ്ട്. നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ കൃത്യമായത് അംഗീകരിച്ചിട്ടുണ്ട്. അത് കൃത്യമായി അതിൻ്റെ പഠനം മാത്രമല്ല, ഇക്കാര്യത്തിൽ അന്വേഷണങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇതിൽ നിന്നും ആരും ഒഴിഞ്ഞു മാറിയിട്ടില്ല. കേരളത്തിൽ സംഭവിച്ച കാര്യങ്ങളെപ്പറ്റി ചർച്ച ചെയ്യാനാണെങ്കിൽ ഞാൻ ആഗ്രഹിക്കാം. കാരണം അപ്പോൾ നമ്മൾ ചർച്ച ചെയ്യണം എന്തുകൊണ്ട് കേരളത്തിൽ മാത്രം ഇത് സംഭവിക്കുന്നു, എന്തുകൊണ്ട് നാഷണൽ ഹൈവേയുടെ കാര്യത്തിൽ DPR 1, DPR 2, അതിനുശേഷം DPR 3 ആണ് ഈ തളിപ്പറമ്പിലായാലും ഇപ്പം മൂര്യാട് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ നടപ്പിലാക്കിയിട്ടുള്ള DPR 3 ആണ്. ഡീറ്റെയിൽഡ് പ്രോജക്ട് റിപ്പോർട്ടിന്റെ 3 വേർഷനാണ്. എന്തേ 1ഉം 2ഉം നടപ്പിലാക്കാതെ പോയത്? ആരുടെ താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് കേരളത്തിൽ പറയുന്നത്? കേരളത്തിൽ സംസ്ഥാന ഗവൺമെന്റ് ആർക്കാണ് ഉത്തരവാദിത്തം? ആരാണ് സ്ഥലം ഏറ്റുകൊടുക്കുന്നത്? ആരാണ് DPRന് ഉത്തരവാദിത്തം? സംസ്ഥാന ഗവൺമെന്റാണ് അതിന് ഉത്തരവാദി. ആ DPRമായി ടെൻഡർ വിളിക്കുന്ന തുടക്കം മാത്രമാണ് നാഷണൽ ഹൈവേ. അതാ ഞാൻ ചോദിക്കുന്നത്, ഉത്തരവാദിത്വം എവിടെ? അതിന്റെ അടിസ്ഥാനത്തിൽ വർക്ക് ടെൻഡർ ചെയ്യാന്നുള്ള ഉത്തരവാദിത്തമേ ഉള്ളൂ. DPR ആരാ തയ്യാറാക്കുന്നത്? ആരാ വസ്തു ഏറ്റെടുത്ത് കൊടുക്കുന്നത്? കേന്ദ്ര ഗവൺമെന്റാ. എന്തുകൊണ്ട് തളിപ്പറമ്പ് ടൗണിൽ കൂടെ ഉണ്ടായിരുന്ന ആദ്യത്തെ DPRും അതിനുശേഷം അതിന് തൊട്ട് പടിഞ്ഞാറ് വശത്തോടേക്ക് വന്ന DPR 2ഉം നിരാകരിച്ചുകൊണ്ട് DPR 3യിലേക്ക് വരുമ്പോൾ വയൽക്കിളികളുടെ വയലിലൂടെ നമ്മൾ കണ്ടില്ലേ സുരേഷിനെ പോലുള്ളവർ നടത്തിയ സമരം? അവിടെ കൂടെ തന്നെ ഇത് വേണമെന്ന് നിർബന്ധം പിടിച്ചത് ഈ ഗവൺമെൻറ്റാണ്. കാരണം പലരുടെയും താല്പര്യം സംരക്ഷിക്കണമായിരുന്നു ഈ സംസ്ഥാന ഗവൺമെൻറ്റിന്. എന്താ നാഷണൽ ഹൈവേയുടെ നോംസ് എന്ന് പറയുന്നത്? അവരുടെ പൊതു സമീപനം എന്താ? ഏറ്റവും കയറ്റിറക്കം കുറഞ്ഞ വളവുകൾ കുറഞ്ഞ റോഡുകൾ സൃഷ്ടിക്കുക എന്നുള്ളതാണ്. അത് DPR 1ലും 2വിലും കൃത്യമായിട്ടുണ്ട്. ഇതൊന്നും നടപ്പിലാക്കാതെ ഏറ്റവും അവസാനം DPR 4നെ പറ്റി, കാരണം വയൽക്കിളിയുടെ സമരം വരുമ്പോൾ അങ്ങനെ ഒരു ചർച്ച നടന്നു, അതുപോലും അംഗീകരിക്കാതെ ഈ വയലിൽ കൂടെ മാത്രം ഈ റോഡ് പോകണമെന്ന് നിർബന്ധം പിടിച്ച ഗവൺമെന്റ് ഉണ്ട് ഇവിടെ. പക്ഷെ ഇതിൽ നിന്നൊന്നും കേന്ദ്ര ഗവൺമെന്റ് ഉത്തരവാദിത്തത്തിൽ ഞങ്ങൾ മാറിയിട്ടില്ലല്ലോ. ഇവിടെ മുഖ്യമന്ത്രിയും മരുമോൻ മന്ത്രിയും ഉത്തരവാദിത്തത്തിൽ നിന്ന് മാറിയ പോലെ ഞങ്ങൾ മാറിയിട്ടില്ലല്ലോ. ഞാൻ പറയാൻ ആഗ്രഹിച്ചത് ഈ പദ്ധതികൾ മുഴുവൻ കേന്ദ്ര ഗവൺമെന്റിന്റെ പദ്ധതികൾ കേരളത്തിൽ ഇവർ അവതരിപ്പിക്കുകയാണ്. ഞങ്ങൾക്ക് ഒരു വിരോധമില്ലെന്ന്, പക്ഷെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാൻ തയ്യാറാവണം. മാത്രമല്ല, ഇപ്പൊ സ്മാർട്ട് സിറ്റി പദ്ധതിയില്ലേ, ഇന്ന് കേരളത്തിൽ കേന്ദ്ര ഗവൺമെന്റ് നടപ്പിലാക്കിയ എയർപോർട്ട് സമാനമായിട്ടുള്ള റെയിൽവേ സ്റ്റേഷനുകൾ കേരളത്തിൽ നിർമ്മിക്കുന്നില്ലേ? കേരളത്തിൽ പോലും 500 കിലോമീറ്ററിലധികം നാഷണൽ ഹൈവേ നിർമ്മിച്ചിട്ടില്ലേ കേന്ദ്ര ഗവൺമെന്റ്? അപ്പോൾ സംസ്ഥാന ഗവൺമെന്റ് നമ്മൾ പറഞ്ഞു വന്ന വിഷയം ഞാൻ ഒന്നുകൂടെ ആവർത്തിച്ച് ഞാൻ അവസാനിപ്പിക്കാം. സംസ്ഥാന ഗവൺമെന്റിനെ സംബന്ധിച്ചുള്ള അവരുടെ പ്രോഗ്രസ് റിപ്പോർട്ട് എന്ന് പറയുന്ന ജനങ്ങളുടെ മുമ്പിൽ വെക്കുന്ന തനി തട്ടിപ്പാണ്, തനി കള്ളത്തരമാണ്. നമ്മളൊന്നാലും ഇന്ന് സംസ്ഥാനത്ത് ഇത്രയധികം സാമ്പത്തിക പ്രതിസന്ധിയെ കൊണ്ട് സ്മൃതി തന്നെ പറഞ്ഞു കേന്ദ്രത്തിൻ്റെ വിഹിതം കൊടുക്കൽ കുറവാണെന്നുള്ളത്. സ്മൃതി ഒരൊറ്റ കാര്യം ഞാനൊന്ന് പറഞ്ഞോട്ടെ. 10 കൊല്ലം മുമ്പ് രാജ്യത്ത് അധികാരത്തിലിരുന്ന UPA ഗവൺമെൻറ് ആ കാലത്ത് ടാക്സ് ഡെവല്യൂഷൻ്റെ ഭാഗമായി കേരളത്തിന് കൊടുത്തത് 46,303 കോടി രൂപയാണ്. പക്ഷേ UPA ഗവൺമെൻറ്, NDA ഗവൺമെൻറ്, നരേന്ദ്രമോദി ഗവൺമെൻറ് 2014 അധികാരത്തിൽ വന്നതിന് ശേഷം 2024 വരെ കൊടുത്തിരിക്കുന്നത് 1,55,649 കോടി രൂപയാണ്. അതായത് 236% വർധനവുണ്ട്.
എന്നിട്ടാണ് കേരളവും സ്മൃതിയും പറയുന്നത് കേന്ദ്രം കൊടുത്തില്ല. ഇത് സുപ്രീം കോടതിക്ക് ബോധ്യമുള്ളത് കൊണ്ടാണ് സ്മൃതി പറഞ്ഞത് കേന്ദ്രം തരാനുള്ളതൊക്കെ തന്നിട്ടുണ്ട്, ബാക്കി കണക്ക് സ്മൃതി അനുവദിക്കുമെങ്കിൽ ഞാൻ പറയാം. പക്ഷേ ഈ ചർച്ചയിൽ പറയേണ്ട കാര്യമുണ്ടെങ്കിൽ ഞാൻ പറയാം. കുറച്ചുകൂടി കാര്യങ്ങൾ മാത്രമല്ല, നിസാം സെയ്ദിലേക്ക് പോയിട്ടില്ല. ശ്രീ നിസാം സെയ്ദ്, UDF-ന് പ്രത്യേകിച്ച് ഒരു അഴിമതി ആരോപണവും ചൂണ്ടിക്കാണിക്കാനില്ല ഇടത് സർക്കാരിനെതിരെ. ഒന്നാം പിണറായി സർക്കാരിലായാലും രണ്ടാം പിണറായി സർക്കാരിലും ഒരു അഴിമതി ചൂണ്ടിക്കാണിക്കാനുണ്ടോ എന്ന വെല്ലുവിളിയാണ് പ്രതിപക്ഷത്തോട് ആവർത്തിച്ച് ഭരണപക്ഷം ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. നിസാം സെയ്ദ്, UDF-ന് കോൺഗ്രസിന് ഈ ആരോപണങ്ങൾ, അഴിമതി ആരോപണങ്ങൾ ഉന്നയിക്കാം, പക്ഷേ ഏതെങ്കിലും ഒരു അഴിമതി ആരോപണം നിങ്ങൾക്ക് തെളിയിക്കാനായിട്ടുണ്ടോ എന്നാണ് വെല്ലുവിളി. മറുപടിയുണ്ടോ? അഴിമതി ആരോപണങ്ങൾ തെളിയിക്കുന്നത് കോടതിയിൽ തെളിയിക്കുന്നത് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. അത് 5 വർഷത്തിനുള്ളിൽ കേരളത്തിൽ ഇടതുപക്ഷം ഏതെങ്കിലും ഒരു അഴിമതി തെളിയിച്ചതായി എനിക്കും അറിയത്തുമില്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, പ്രതിപക്ഷം ഉന്നയിച്ച ആരോപണങ്ങളുടെ പേരിൽ ഈ സർക്കാരിനും പിണറായി വിജയൻ സർക്കാരിനും 2016 മുതൽ പിൻവലിക്കേണ്ടി വന്ന ഒട്ടേറെ നടപടികളുണ്ട്. നമുക്ക് ബ്രൂവറി അഴിമതിയെക്കുറിച്ചറിയാം. ഈ സർക്കാർ, പിണറായി വിജയന്റെ ആദ്യ സർക്കാർ അനധികൃതമായും ബ്രൂവറികൾ അനുവദിക്കാൻ തീരുമാനിച്ചപ്പോൾ അതിനെതിരെ ശക്തമായ തെളിവുകൾ പ്രതിപക്ഷം കൊണ്ടുവരികയും അതിൻ്റെ പേരിൽ ആ നടപടി പിൻവലിക്കേണ്ടി വരികയും ചെയ്ത സംഭവം നമുക്കറിയാം. അതുപോലെ തന്നെ സ്പ്രിംഗ്ലർക്ക് കേരളത്തിലെ ആരോഗ്യരംഗത്തെ ഡേറ്റ മുഴുവൻ വിൽക്കാനുണ്ടായ നീക്കത്തെ പ്രതിപക്ഷം നടത്തിയ ശക്തമായ ഇടപെടലുകളെ തുടർന്ന് ആ നടപടി പിൻവലിക്കേണ്ടി വന്നറിയാം. അതിനെ കോടതി എത്ര ശക്തമായാണ് വിമർശിച്ചത് എന്ന് നമുക്കറിയാം. അതുപോലെ തന്നെ ബന്ധു നിയമനങ്ങൾ ഈ സർക്കാർ നടത്തിയതിനെയൊക്കെ പിൻവലിപ്പിക്കേണ്ടി വന്നത് EP ജയരാജൻ ബന്ധു നിയമനം നടത്തിയത്, KT ജലീൽ ബന്ധു നിയമനം നടത്തിയത്, അങ്ങനെ ഒട്ടേറെ പേർ ബന്ധു നിയമനം നടത്തിയത് പിൻവലിപ്പിക്കേണ്ടി വന്നത് പ്രതിപക്ഷത്തിൻ്റെ ശക്തമായ ഇടപെടലുകളെ കുറിച്ചാണ്. ഈ സർക്കാരിൻ്റെ കാലത്ത് തന്നെ AI ക്യാമറയുടെ പേരിൽ നടത്തിയ വൻ അഴിമതി ഗവൺമെൻറ് ഇപ്പോഴും കോടതിയിൽ നേരിടുകയാണ്. അതുപോലെ തന്നെ K-ഫോണിൻ്റെ അഴിമതിയും ഓരോരോ ഇപ്പോൾ റോഡിൻ്റെ തന്നെ അഴിമതികൾ, എത്രയെത്ര അഴിമതികളാണ് പ്രതിപക്ഷം പുറത്തു കൊണ്ടുവന്നത്. അതൊക്കെ സ്വാഭാവികമായി ജനങ്ങളുടെ മനസ്സിലുണ്ട്, ജനങ്ങൾ അതിനോടൊക്കെ പ്രതികരിക്കുന്നുമുണ്ട്. അഴിമതികൾ സർക്കാരില്ല എന്ന് കണ്ണടച്ചതുകൊണ്ട് അഴിമതികൾ ഇല്ലാതാകുന്നില്ല. അഴിമതി ആരോപണങ്ങളുണ്ട്. മാസപ്പടി വിവാദം ഈ കേരളം കണ്ട ഏറ്റവും വലിയ അഴിമതി ആരോപണമാണ്. മുഖ്യമന്ത്രിയുടെ മകൾക്ക് അനധികൃതമായി അവിഹിതമായി മാസം തോറും ഒരു സ്വകാര്യ കമ്പനി, അതായത് സർക്കാരിൻ്റെ കൂടെ പങ്കാളിത്തമുള്ള ഒരു കമ്പനി മാസം തോറും പണം കൊടുത്തുകൊണ്ടേയിരുന്നു എന്നുള്ളത് ഒരു ആരോപണമല്ല, അതൊരു സർക്കാർ, ഒരു ക്വാസി ജുഡീഷ്യൽ ബോഡി കണ്ടുപിടിച്ച ഒരു ഫൈൻഡിംഗ് ആണ്. അപ്പോൾ ഇതൊന്നും ഗവൺമെൻറ് കാണുന്നില്ലെങ്കിൽ പിന്നെ ജനങ്ങൾ കാണുന്നുണ്ട് എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. UDF-ന്റെ കാലത്തെ ഏത് അഴിമതിയാണ് ഇടതുപക്ഷം തെളിയിച്ചിട്ടുള്ളത്? അതിനേക്കാളൊക്കെ എത്രയോ വ്യക്തമായ തെളിവുകളോടുകൂടി എത്രയോ അഴിമതികൾ ഈ സർക്കാരിൻ്റെ കാര്യത്തിൽ ജനങ്ങൾക്ക് ബോധ്യമുണ്ട്. അതിനെയൊക്കെ മറച്ചു വെച്ചുകൊണ്ട് അവകാശവാദങ്ങൾ ഉന്നയിക്കാം. ആ അവകാശവാദങ്ങൾക്കൊന്നും സത്യത്തിൻ്റെ പിൻബലമില്ല, അടിസ്ഥാനമില്ല. പക്ഷേ ഇതിനെയൊന്നുമല്ല ഈ സർക്കാരിനെ വിലയിരുത്തുമ്പോൾ നമ്മൾ പരിശോധിക്കേണ്ടതെന്നാണ്. ഈ സർക്കാർ വലിയ അവകാശവാദങ്ങൾ ഉന്നയിക്കുന്നു, പക്ഷെ അതൊക്കെ ജനങ്ങളുടെ ജീവിതത്തെ എങ്ങനെയാണ് ബാധിച്ചത് എന്നൊരു ചോദ്യം നിലനിൽക്കുന്നില്ലേ? പറഞ്ഞോളൂ. ഇന്ത്യയിലെ ഏറ്റവും അധികം വിലക്കയറ്റമുള്ള സംസ്ഥാനമാണ് കേരളം എന്നാണ് സ്റ്റാറ്റിസ്റ്റിക്കൽ സർവേ ഓഫ് ഇന്ത്യ ഇപ്പോൾ പുറത്തുവിടുന്ന വാർത്തകൾ. 6.5% വിലക്കയറ്റമാണ് കേരളത്തിൽ രേഖപ്പെടുത്തുന്നത്. കേരളത്തിൽ ഈ സർക്കാർ വന്നതിന് ശേഷം എന്തിനൊക്കെയാണ് വില കൂട്ടിയത്? ഭൂനികുതി കൂട്ടി, വെള്ളക്കരം കൂട്ടി, വൈദ്യുതി ചാർജ് കൂട്ടി, അങ്ങനെ എല്ലാ പെട്രോളിന് ഇന്ധനവില 2 രൂപ വെച്ച് ഓരോ ലിറ്ററിനും വർദ്ധിപ്പിച്ചു. അത് സാമൂഹ്യക്ഷേമ പെൻഷൻ നൽകാൻ വേണ്ടിയാണ് എന്ന് പറഞ്ഞാണ് വർദ്ധിപ്പിച്ചത്. എന്നിട്ട് ആ സാമൂഹ്യക്ഷേമ പെൻഷൻ കൃത്യമായ സമയത്ത് കൊടുത്തു തീർക്കാൻ കഴിഞ്ഞോ? ഇത്രമാത്രം മോശമായ ഒരു ഫിസ്ക്കൽ മാനേജ്മെൻ്റ് ഉള്ള ഒരു മന്ത്രിയും ഒരു മന്ത്രിസഭയും കേരളത്തിൻ്റെ ചരിത്രത്തിലുണ്ടായിട്ടുണ്ടോ? കേരളത്തിലെ എല്ലാ വിഭാഗം ജനങ്ങൾക്കും കൊടുക്കേണ്ട ആനുകൂല്യങ്ങൾ തടഞ്ഞു വെച്ചിരിക്കുന്ന ഒരു സർക്കാർ ഉദ്യോഗസ്ഥർക്ക് എത്രയോ വർഷത്തെ DA-യും ശമ്പള കുടിശ്ശികകളും ഈ സർക്കാർ നൽകാനുണ്ട്. അതുപോലെ ക്ഷേമ പെൻഷൻ ഇപ്പോഴും കുടിശ്ശികയില്ലാതെ നൽകാൻ കഴിയുന്നുണ്ടോ? ഇതിനൊക്കെ ഇതിനൊക്കെ ന്യായീകരണമായി പറഞ്ഞുകൊണ്ടിരുന്നത് 55,000 കോടി രൂപ കേന്ദ്ര ഗവൺമെൻറ് നൽകാനുണ്ട് എന്നുള്ളൊരു വാദം സ്മൃതി ഓർക്കുന്നുണ്ടല്ലോ. എന്നിട്ട് സുപ്രീം കോടതിയിൽ കേസ് കൊടുത്തപ്പോൾ ഈ 55,000 കോടി രൂപയുടെ കാര്യം എവിടെയെങ്കിലും പറഞ്ഞതായി നമുക്കറിയാവോ?
ശരി. ഇതൊന്നുമാണല്ല ഈ സർക്കാരിനെ പ്രതികൂട്ടിലാക്കുന്നതെന്നാണ് എന്റെ വിശ്വാസം. ഈ സർക്കാരിന്റെ പ്രവർത്തന രീതി പൂർണ്ണമായും ഒരു ജനാധിപത്യ വിരുദ്ധ വ്യക്തി കേന്ദ്രീകൃതമായ ഏകാധിപത്യ സ്വഭാവമുള്ള ഒരു ഭരണരീതിയാണ് ഈ സർക്കാരിനുള്ളത്. ഒരു വ്യക്തിയിലേക്ക് മുഴുവൻ ഭരണ സംവിധാനവും ചുരുങ്ങുന്ന, ആ വ്യക്തിയുടെ ഇഷ്ടാനിഷ്ടങ്ങളനുസരിച്ച് അദ്ദേഹത്തിന്റെ കുടുംബത്തിന്റെ താല്പര്യങ്ങൾ, അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ താല്പര്യങ്ങൾ മാത്രം സംരക്ഷിക്കുന്ന ഒരു സർക്കാരായി ഈ സർക്കാർ മാറിയിരിക്കുന്നു. നമുക്കറിയാം, മുൻപൊക്കെ ഇടതുപക്ഷ സർക്കാരുകൾ എന്ന് പറഞ്ഞാൽ LDF സർക്കാരുകൾ എന്നാണ് അറിയപ്പെടുന്നത്. പക്ഷേ ഈ സർക്കാർ അധികാരത്തിൽ വന്ന് 2016 അധികാരത്തിൽ വന്നപ്പോൾ ദേശീയ ദിനപത്രങ്ങളിൽ ആകെ കൊടുത്ത പരസ്യം പിണറായി വിജയൻ സർക്കാർ സത്യപ്രതിജ്ഞ ചെയ്യുന്നു എന്നാണ്. അന്ന് തൊട്ട് ഇന്നേ വരെ പിണറായി വിജയന്റെ അവദാനങ്ങൾ വാഴ്ത്തുക, പിണറായി വിജയനെ കുറിച്ച് വാഴ്ത്തുപാട്ടുകൾ ഉണ്ടാക്കുക, അദ്ദേഹത്തെ കുറിച്ച് ഡോക്യുമെന്ററികൾ ഉണ്ടാക്കുക എന്നുള്ളതല്ലാതെ ഒരു പൊതുവായ ജനാധിപത്യ ബോധം പ്രകടിപ്പിക്കുന്ന എന്തെങ്കിലും ഒരു സംവിധാനം മുസ്തഫയിലേക്ക് വീണ്ടും ഈ രേഖകളും കണക്കുകളും ആധികാരികമാണോ? രേഖകളില്ല, ആധികാരികമായിട്ടാണോ നിങ്ങൾ ഈ കണക്കുകൾ പറയുന്നത് എന്ന ചോദ്യം വരുമ്പോൾ അടുത്ത ചോദ്യം ഇപ്പോൾ നേരത്തെ ശ്രീ നിസാം സെയ്ദ് പറഞ്ഞതിന്റെ തുടർച്ചയാണ്. ക്ഷേമ പെൻഷനുകൾ നിങ്ങൾ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം, ഉമ്മൻചാണ്ടി സർക്കാർ അധികാരമൊഴിയുമ്പോൾ 11 മാസത്തെ ക്ഷേമ പെൻഷൻ കുടിശ്ശികയുണ്ടായിരുന്നു എന്നുള്ളതാണ്. അത് മുഖ്യമന്ത്രി പറയുമ്പോൾ അത് 18 മാസവും ആകുന്നുണ്ട്. ഇത്രയും വലിയ കണക്ക് എവിടെ നിന്നാണ്? ഈ 18 മാസത്തിന് എവിടെയെങ്കിലും തെളിവുണ്ടോ? ഈ 18 മാസം കുടിശ്ശിക എന്ന് പറഞ്ഞാൽ ഒരു 6 മാസമാകുമ്പോഴേക്കും, ഇപ്പോൾ നിങ്ങൾ ഭരിക്കുന്ന സമയത്ത് 6 മാസം കുടിശ്ശികയായപ്പോഴേക്കും ഇവിടെ ഇപ്പോഴത്തെ പ്രതിപക്ഷം സമരം ചെയ്യുകയും അത് വിളിച്ചു പറയുകയും ഒക്കെ ചെയ്തിരുന്നു. തെരഞ്ഞെടുപ്പിൽ ഒരു പ്രധാനപ്പെട്ട വിഷയമാവുകയും ചെയ്തിരുന്നു. എന്നിട്ട് വേഗം തന്നെ ഒരു കുടിശ്ശിക കൊടുത്തു തീർക്കുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടതാണല്ലോ. അപ്പോൾ അങ്ങനെ ഒരു സമരം നിങ്ങൾ നടത്തിയതായി എവിടെയും രേഖകളില്ല, എവിടെയും ഓർമ്മകളിലില്ല. പിന്നെ ഈ പറയുന്ന ഈ 18 മാസത്തെ കുടിശ്ശിക എന്നുള്ള നിങ്ങൾ നൽകുന്ന രേഖകൾ, നിങ്ങൾ അതിനുശേഷം ഒരു ധവളപത്രം പുറപ്പെടുവിച്ചു, സഭാരേഖകളുണ്ട്. തോമസ് ഐസക് അന്ന് സഭയിൽ പറഞ്ഞത് 3 മാസത്തെ കുടിശ്ശിക എന്നാണ്. 3 മാസം എന്നുള്ളത് നിങ്ങൾ 18 മാസമാക്കുമ്പോൾ ഇങ്ങനെ കള്ളം പറഞ്ഞിട്ട് നിങ്ങളൊരു പ്രോഗ്രസ് റിപ്പോർട്ട് ഉണ്ടാക്കാമോ ശ്രീ VPP മുസ്തഫ? വളരെ ഒരു സർക്കാർ രേഖ വളരെ ആധികാരികവും കൃത്യവുമാണ് എന്ന് മാത്രമല്ല, പ്രോഗ്രസ് റിപ്പോർട്ട് ഈ 9ാം വർഷം ആദ്യമായിട്ട് ഇറക്കുന്നതല്ല. നിങ്ങൾ ഈ പറയുന്നത് രേഖയില്ല. ശ്രീ VPP മുസ്തഫ, ഞാൻ പറഞ്ഞത് നിങ്ങൾ ഈ പറഞ്ഞ 18 മാസത്തെ കണക്കിന് രേഖയില്ല എന്നുള്ളതാണ്. അതേസമയം 3 മാസത്തേന് രേഖയുണ്ട്. അത് തോമസ് ഐസക് പറഞ്ഞിട്ടുണ്ട്, സഭയിൽ ധവളപത്രത്തിലും പറഞ്ഞിട്ടുണ്ട്. അല്ല, ഞാൻ സംസാരിക്കാൻ ഒരു വാചകം പൂർത്തീകരിച്ചിട്ടില്ല. അതിനു മുമ്പേ താങ്കൾ തടസ്സപ്പെടുത്തി. ഇത് ഞാൻ എത്രയോ തവണ താങ്കളുടെ ചർച്ചയിൽ പങ്കെടുത്തപ്പോൾ ഈ ശൈലിയെക്കുറിച്ച് പറഞ്ഞതാണ്. ഇടതുപക്ഷത്തിന്റെ പ്രതിനിധികളോട് താങ്കൾ ഇങ്ങനെ കാണിക്കുന്ന അസഹിഷ്ണുത എന്തിനാത്? ഇവിടെ നിങ്ങൾ 4 പേര് എത്ര സമയമെടുത്തു? നമ്മൾ 7:10 തുടങ്ങിയ ചർച്ചയാണ്, ഇപ്പോൾ 7:57 ഇനി 3 മിനിറ്റാണ് അവശേഷിക്കുന്നത്. ഇത്രയും സമയമെടുത്ത് പറഞ്ഞ കാര്യങ്ങൾക്ക് ഒരു വിശദീകരണം പറയുമ്പോൾ അത് കേൾക്കാനുള്ള സഹിഷ്ണുതയില്ലാതെ പിന്നെ എന്ത് ഡിബേറ്റാണ്? നിങ്ങളിപ്പോ ഞങ്ങൾ കൊടുത്ത കണക്ക് രേഖ പറയുന്നത്, നിങ്ങൾ ഈ ചർച്ചയ്ക്ക് കൊടുത്ത പേര് ഡിബേറ്റ് എന്നാ. ഒരാളുടെ സംസാരത്തെ മുഴുവൻ ഏകപക്ഷീയമായി തടസ്സപ്പെടുത്തിയിട്ട് പിന്നെ എന്താണ് ഡിബേറ്റ് എന്ന് പറയുന്നത്? അപ്പം ഞാൻ വളരെ കൃത്യമായിട്ടാണ് പറയുന്നത്. ഇപ്പോൾ സ്മൃതി, നിങ്ങൾക്ക് ആത്മാർത്ഥതയുണ്ടോ? നിങ്ങളിപ്പോൾ എവിടെയാണ് താമസിക്കുന്നതെന്ന് എനിക്കറിയില്ല. ഞാൻ അങ്ങോട്ട് വരാം, എന്നിട്ട് നമുക്ക് നിങ്ങളുടെ തൊട്ടടുത്ത് ഈ പെൻഷൻ വാങ്ങിക്കുന്ന ഒരാളെടുത്ത് പോകാം. കഴിഞ്ഞ 10 വർഷമായിട്ട് അല്ലെങ്കിൽ 20 വർഷമായിട്ട് ഈ പെൻഷൻ വാങ്ങിക്കുന്ന ഒരാളെടുത്ത് നേരിട്ട് പോകാം. നിങ്ങൾ ബാക്കിയെല്ലാം മാറ്റിവെക്ക്. നേരത്തെ BJP പ്രതിനിധി പറഞ്ഞ പോലെ അനുഭവമാണല്ലോ ഗുരു. എന്നിട്ട് അവരോട് ചോദിക്കൂ, 2016 മെയ് മാസത്തിൽ പിണറായി വിജയൻ അധികാരത്തിൽ വന്നതിന് ശേഷം 2016 ഓഗസ്റ്റ് സെപ്റ്റംബർ മാസം, അക്കാലത്തെ ഓണം, ആ ഓണത്തിന് തൊട്ട് മുമ്പായിട്ടാണ് ക്ഷേമ പെൻഷന്റെ വിതരണം LDF ഗവൺമെന്റ് വന്നതിന് ശേഷം ആദ്യമായിട്ട് നടക്കുന്നത്. അന്ന് എത്ര മാസത്തെ പണമാണ് ലഭിച്ചത്? എത്ര തുകയാണ് താങ്കൾക്ക് ലഭിച്ചത്? 2016 അധികാരമൊഴിഞ്ഞ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ പോലെ 600 രൂപയുടെ ഒറ്റ തവണ മാത്രമാണോ നിങ്ങൾക്ക് ലഭിച്ചത്? അതല്ല, 2016 പിണറായി വിജയൻ വന്നപ്പോൾ അത് 7000-ഓ 8000-ഓ ഒക്കെ ആയിട്ട് കുറെ പണം ലഭിച്ചിട്ടുണ്ടോ? ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കാൻ സ്മൃതി പരുത്തിക്കാടിന്റെ തൊട്ടയൽപക്കത്തുള്ള ആളെടുത്ത് പോകാൻ ധൈര്യമുണ്ടോ?
എനിക്ക് ഒരു ധൈര്യക്കുറവുമില്ല ശ്രീ വി പി മുസ്തഫ. താങ്കൾ എന്നോട് ചോദ്യം ചോദിച്ചുകൊണ്ട് ഞാൻ ഇടയ്ക്ക് പറയുകയാണ്, അതിലൊരു ധൈര്യക്കുറവുമില്ല. ഞാൻ ചോദിച്ചത് വളരെ എളുപ്പത്തിൽ മനസ്സിലാകാവുന്ന കാര്യങ്ങളായി താങ്കളിൽ നിന്ന് ആ മറുപടി കിട്ടണം. ഇല്ലില്ല, മറുപടി കിട്ടണം എന്നുള്ളതുകൊണ്ടാണ്. താങ്കൾ രോഷം കൊള്ളണ്ട. ഞാൻ ഒരു തരത്തിലും താങ്കളെ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിലല്ല ഞാൻ സംസാരിച്ചിട്ടുണ്ട്. തുടക്കം മുതലേ അങ്ങനെ ആയിരുന്നു. താങ്കൾക്ക് സമയവും തന്നിട്ടുണ്ട്. താങ്കൾക്ക് പറയാം 5 മിനിറ്റ് നമുക്ക് നീട്ടാമെന്നേ. താങ്കൾ തന്നെ പറഞ്ഞോളൂ. ഒറ്റ കാര്യമേ ഉള്ളൂ, ഈ 18 മാസത്തെ കുടിശ്ശിക എന്നൊക്കെ പറഞ്ഞാൽ എത്ര വലിയ തുകയാണെന്നറിയോ? നിങ്ങൾ ഈ പറയുന്ന 34 ലക്ഷം പേർക്ക് ഉമ്മൻചാണ്ടി കൊടുത്തിരുന്ന പെൻഷൻ നിങ്ങൾ വന്നപ്പോഴേക്കും 60 ലക്ഷം പേർക്കായി എന്നുള്ളതാണല്ലോ നിങ്ങൾ പറയുന്ന കണക്ക് അല്ലേ? ഇത്രയും പേർക്ക് 18 മാസത്തെ കുടിശ്ശിക എന്ന് പറഞ്ഞാൽ എന്താണ് ആ തുക? നിങ്ങൾ 600 1600 ആക്കി എന്നാണ് പറയുന്നത്. അപ്പോൾ എത്രയാണ് 600 ആണെങ്കിൽ തരാതെ എത്രയായിരിക്കും ആ തുക? അത്രയും വലിയ തുക കൊടുക്കുന്ന ആ ഒരു ചടങ്ങ് വലിയൊരു ആഘോഷമാക്കില്ലേ? നിങ്ങൾ ഏത് ചെറിയ പരിപാടിയും വലിയ തരത്തിൽ അത് വലിയ വാർത്തയാക്കുകയും ചർച്ചയാക്കുകയും ചെയ്യുന്നവരാണ്. 18 മാസത്തെ തുക നിങ്ങൾ കുടിശ്ശിക കൊടുത്തു എന്നാണോ നിങ്ങൾ പറയുന്നത് എല്ലാവർക്കും? എവിടെ നിന്നാണ് ഈ കണക്ക് ശ്രീ വി പി മുസ്തഫ? അങ്ങനെയെങ്കിൽ സഭയിൽ തോമസ് ഐസക് കളവ് പറഞ്ഞോ? 3 മാസത്തെ കുടിശ്ശിക എന്ന് കളവ് പറഞ്ഞോ? ധവളപത്രത്തിൽ പറയുന്നത് കളവാണോ? എവിടെയാണ് 11ഉം 18 മാസങ്ങൾ കടന്നു വരുന്നത്? ഞാൻ ഒറ്റ കാര്യം പറയാം. എന്റെ നാട്ടിൽ ഈ പെൻഷൻ വിതരണം ചെയ്തത് കാസർഗോഡ് ജില്ലയിലെ തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്താണ്. അവിടെ ഈ പെൻഷൻ വിതരണം ചെയ്യുന്നത് തൃക്കരിപ്പൂർ ഫാർമേഴ്സ് സർവീസ് സഹകരണ ബാങ്കിലെ ഉദ്യോഗസ്ഥരാണ്. അത് UDF എന്ന് പറഞ്ഞാൽ കോൺഗ്രസും ലീഗും ഭരിക്കുന്ന ബാങ്കാണ്. അവിടുത്തെ ജീവനക്കാർ ആ പാർട്ടിയോട് താല്പര്യമുള്ളവരാണ്. എന്റെ വാർഡിൽ ഇത് കൊണ്ടുപോയി കൊടുക്കുന്നത് മുസ്ലിം ലീഗ് പ്രവർത്തകനായിട്ടുള്ള ബാങ്ക് ജീവനക്കാരനാണ്. എന്റെ തൊട്ട അയൽപക്കത്ത് ഇത് കൊടുത്തപ്പോൾ 2016 ഓഗസ്റ്റ് മാസത്തിൽ ഈ പെൻഷൻ കൊടുത്തപ്പോൾ ആ ഉമ്മക്ക് കിട്ടിയത് 9,000 രൂപയാണ്. 9,000 രൂപ. എങ്ങനെയാ 9,000 രൂപ വന്നത്? പിണറായി രൂപയെ കൊടുക്കേണ്ടതുള്ളൂ. തോമസ് ഐസക് കളവ് പറഞ്ഞോ? അങ്ങനെയാണെങ്കിൽ നവാസ് വേഗം ചോദിക്കൂ. ഒരു ഇടവേള അത്യാവശ്യമാണ്. ഞാൻ ശ്രീ വി പി മുസ്തഫ ഞാൻ കാണിക്കാം. ഇതൊരു നിയമസഭാ രേഖയാണ് ഞാൻ കാണിക്കുന്നത്. ഞാനത് പറയട്ടെ വി പി മുസ്തഫ, നിങ്ങളുടെ സമയമല്ലല്ലോ. ഇത് കേരളത്തിലെ നിയമസഭാ രേഖയാണ്. നക്ഷത്ര ചിഹ്നമിടാത്ത ചോദ്യം നമ്പർ 370 ഞാനത് പറയട്ടെ. എന്നിട്ട് നിങ്ങളെല്ലാം കൂടി തടസ്സപ്പെടുത്തിയിട്ട് ശരിയല്ല. താങ്കൾ ഈ പറയുന്ന ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട രേഖയാണ്. ഒന്ന് കേൾക്കൂ ശ്രീ വി പി മുസ്തഫ. താങ്കൾക്ക് പറയാം, ഒന്ന് കേൾക്കൂ. ഇത് വളരെ മോശമാണ്. ഒരു മോശമല്ല, താങ്കൾ പറയാൻ വേണ്ടി തന്നെയാണ്. സമയം തരാന്നേ. എന്ത് ഡിബേറ്റാണ് ഇത്? സമയം തരാന്നേ. വളരെ ജനാധിപത്യം തരാമെന്നേ. അധാർമികമാണ്. വിളിച്ചു വരുത്തിയിട്ട് ഇങ്ങനെ സ്മൃതി. താങ്കൾക്ക് സമയം തരാം എന്ന് പറയുമ്പോഴും താങ്കൾ രോഷം കൊള്ളുന്നുണ്ടെങ്കിൽ അതൊരു തന്ത്രമാണെന്ന് ഞാൻ പറയുന്നത്. താങ്കൾക്ക് സമയം തന്നിട്ടും സമയം തരാമെന്ന് പറഞ്ഞിട്ടും താങ്കൾ ഇപ്പോൾ രോഷം കൊള്ളുന്നെങ്കിൽ അതൊരു തന്ത്രമാണ്. ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അല്ലല്ല എന്ത് സമയം തന്നു എന്നാണ് പറയുന്നത്? നിങ്ങൾ 3 പേര് കൂടി 44 മിനിറ്റ് എനിക്ക് 2 മിനിറ്റ് അതല്ലേ ചെയ്തത്? വി പി മുസ്തഫ പറയട്ടെ, തോമസ് ഐസക് കളവ് പറഞ്ഞതാണോ? ധവളപത്രത്തിലുള്ളത് കളവാണോ? പറഞ്ഞു പൂർത്തിയാക്കൂ. ഞാൻ നവാസിനോട് ചോദിക്കുന്നത്, ലീഗ് ഭരിക്കുന്ന തൃക്കരിപ്പൂർ ഫാർമേഴ്സ് ബാങ്കിലെ ജീവനക്കാരൻ ലീഗ് അനുഭാവികളുടെ ഒരു കുടുംബത്തിൽ പോയിട്ട് അവിടുത്തെ ഉമ്മക്ക് 2016 ഓഗസ്റ്റ് മാസത്തിൽ 9,000 രൂപ കൊടുത്തിട്ടുണ്ടോ ഇല്ലയോ, അത് വാങ്ങിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കാൻ നവാസിന് വരാൻ നേരമില്ലെങ്കിൽ കാസർകോട്ടെ AGC ബഷീറിനെ ഏൽപ്പിച്ചോളൂ, ഞങ്ങൾ പോയി ചോദിക്കാം. അതിന് തയ്യാറുണ്ടോ ഞാൻ ചോദിക്കുന്നത്. അങ്ങനെ കിട്ടിയിട്ടുണ്ടോ ഇല്ലയോ? നിങ്ങൾ ഇല്ലല്ലോ. ഒരു പോയിന്റ് ഒരൊറ്റ പോയിന്റ് നവാസ്, ഞാനൊന്ന് കംപ്ലീറ്റ് ചെയ്യട്ടെ. ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ട് പറഞ്ഞോളൂ. ഞാൻ കംപ്ലീറ്റ് ചെയ്യട്ടെ നവാസ്, ഞാൻ കംപ്ലീറ്റ് ചെയ്യട്ടെ. അപ്പോ നിങ്ങൾ പറഞ്ഞതുപോലെയാണെങ്കിൽ 2016 ഓഗസ്റ്റ് മാസത്തിൽ പിണറായി വിജയൻ കൊടുക്കേണ്ടത് 2,000 രൂപ മാത്രമാണ്. എന്തിനാ പിന്നെ പിണറായി വിജയൻ വന്നപാട് ഈ പെൻഷൻകാർക്കെല്ലാം 8,000 9,000 രൂപ വെച്ച് കൊടുക്കേണ്ടി വന്നത്? അവിടെയാണ് 18 മാസത്തെ 600 രൂപ വെച്ചുള്ള കുടിശ്ശിക. അത് നിങ്ങൾ കൂട്ടു. ഇങ്ങനെ കൊടുത്തിട്ടാണ് സ്മൃതി തുടങ്ങിയത്. അതെടുക്കാൻ നിങ്ങള് റിപ്പോർട്ടർമാരുണ്ടല്ലോ, അവരെ വിട്ടുനോക്കൂ ഫീൽഡിലേക്ക്.
എന്നിട്ട് കണക്കുകൾ നോക്കൂ. എന്റെ ചോദ്യം വളരെ വ്യക്തമായിരുന്നു. എന്റെ ചോദ്യം വളരെ വ്യക്തമായിരുന്നു. തോമസ് ഐസക് സഭയിൽ പറഞ്ഞ കണക്കുണ്ട്. തോമസ് ഐസക് സഭയിൽ പറഞ്ഞ കണക്കുണ്ട്. തോമസ് ഐസക് പുറത്തിറക്കിയ ധവളപത്രമുണ്ട്. ആ ധവളപത്രത്തിലും തോമസ് ഐസക് പറഞ്ഞ സഭാരേഖയിലും ഇല്ലാത്ത മാസങ്ങളുടെ കണക്ക് എങ്ങനെയാണ് നിങ്ങൾക്ക് വേറെ കിട്ടുക എന്നുള്ളതാണ്. ഒന്നുകിൽ നിങ്ങളുടെ നേതാക്കൾ തന്നെ കളവ് പറഞ്ഞു, സഭാരേഖകളിൽ കളവ് പറഞ്ഞു. കൃത്യമായിട്ട് പറഞ്ഞത് ആളുകളുടെ കയ്യിൽ കിട്ടിയ പണമാണോ ശുഭക്തം, ആളുകളുടെ കയ്യിൽ കിട്ടിയ പണമാണോ ശരി, അതല്ലാതാണോ? സഭാരേഖകൾ തെറ്റാണ്. സഭയിൽ നിങ്ങൾ പറഞ്ഞത് തെറ്റാണ്. ഇല്ലയോ? ആളുകളുടെ കയ്യിൽ പണം കിട്ടിയിട്ടുണ്ടോ ഇല്ലയോ? ആളുകളുടെ കയ്യിൽ പണം കിട്ടിയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ കഴിഞ്ഞ 18 മാസമായി നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധിയിൽ 18 മാസമായി പെൻഷൻ കൊടുത്തിട്ടില്ല. കഴിഞ്ഞ 18 മാസം അവിടെ ഒരു 18 മാസത്തിന് കണക്കുണ്ട്. ശ്രീ VPP മുസ്തഫ, ഇപ്പോൾ ഞാൻ ചോദിക്കുന്നത്, ഈ സാമൂഹ്യക്ഷേമ പെൻഷൻ ഇപ്പോൾ കുടിശ്ശികയുണ്ടോ? 2023 നവംബർ മുതൽ 2024 മാർച്ച് വരെ 5 മാസത്തെ കുടിശ്ശികയുണ്ടായിരുന്നത് ഉൾപ്പെടെ നിർമ്മാണ തൊഴിലാളികൾക്കുള്ള പെൻഷൻ 18 മാസമായി കുടിശ്ശികയാണ്. പെൻഷൻ ഇപ്പോഴും കുടിശ്ശികയാണ്. ഈ മെയ് മാസം കൊടുക്കുന്നത് നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി 2 ഗഡുവാണ്. ഈ മെയ് മാസം കൊടുക്കുന്നത് 3200 രൂപ വീതം ആളുകളുടെ കൈകളിൽ എത്തുകയാണ് ഇന്ന് മുതൽ. മനസ്സിലായില്ലേ? ആ സാമൂഹ്യക്ഷേമ പെൻഷൻ ഇതിപ്പോ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. നിർമ്മാണ തൊഴിലാളികൾക്കും നിലവിലുള്ള മാസങ്ങളിലേത് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. നിലവിലുള്ള മാസങ്ങളിലേത് ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. നേരത്തെ 14 മാസത്തത് കുടിശ്ശികയുണ്ട്. 14 മാസത്തത് നേരത്തെ കുടിശ്ശികയുണ്ട്. എന്നാൽ കഴിഞ്ഞ 2024 ഏപ്രിൽ മുതൽ ഒരൊറ്റ മാസത്തതും നിർമ്മാണ തൊഴിലാളികളുടേതും കുടിശ്ശികയില്ല. നമ്മുടെ സമയം പൂർണ്ണമായി അവസാനിച്ചുകൊണ്ടാണ് മറ്റൊരു ഘട്ടത്തിൽ നമുക്ക് തുടരാം. ശ്രീ VPP മുസ്തഫ, പിണങ്ങരുത്, എന്റെ സമയം കഴിഞ്ഞു പോയതുകൊണ്ടാണ്. നമുക്ക് അടുത്ത ദിവസം ഇരിക്കാം. നവാസ്, സമയം പൂർണ്ണമായും അവസാനിച്ചു. വളരെ നന്ദി ശ്രീ VPP മുസ്തഫ, PK നവാസ്, ഷാജി രാഘവൻ, നിസാം സെയ്ദ് ചർച്ചയിൽ പങ്കെടുത്തതിന്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.